പ്രഭാഷകൻ അധ്യായം 39. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ്. ഒന്നാമത്തെ ചോദ്യം, അവിവേകിയുടെ പ്രതീക്ഷകൾ എപ്രകാരമുള്ളതാണ്? ഓപ്ഷൻസ്: എ വ്യർത്ഥവും നിഷ്ഫലവുമാണ്, ബി നിരർത്ഥകമാണ്, സി വ്യർത്ഥവും നിരർത്ഥകവുമാണ്. ഉത്തരം ഓപ്ഷൻ സി വ്യർത്ഥവും നിരർത്ഥകവുമാണ്. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. പ്രഭാഷകൻ 34:1. അടുത്ത ചോദ്യം, സ്വപ്നങ്ങൾ ആർക്കാണ് ചിറക് നൽകുന്നത്? ഓപ്ഷൻസ്: എ അവിവേകിക്ക്, ബി ഭോഷന്മാർക്ക്, സി വിഡ്ഢിക്ക്. ഉത്തരം ഓപ്ഷൻ ബി ഭോഷന്മാർക്ക്. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറകുകൾ നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എങ്ങനെയുള്ളവരെ പോലെയാണ്? ഓപ്ഷൻസ്: എ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നതിനെ പോലെയുമാണ്, ബി അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലിയർപ്പിക്കുന്നവനെ പോലെയാണ്, സി നിഴലിനെ പിടിക്കുന്നവനെ പോലെയാണ്. ഉത്തരം ഓപ്ഷൻ എ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. താഴെ പറയുന്നവയിൽ മിഥ്യയായവ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: എ ഗർഭിണിയുടെ ഭാവന ശകുനം നിമിത്തം, ബി ശകുനം നിമിത്തം സ്വപ്നം, സി ഗർഭിണിയുടെ ഭാവന ശകുനം നിമിത്തം സ്വപ്നം. ഉത്തരം ഓപ്ഷൻ ബി ശകുനം നിമിത്തം സ്വപ്നം. കാറ്റിനെ അനുധാവനം ചെയ്യുന്നവൻ ആരാണ്? ഓപ്ഷൻസ്: എ നിഴലിനെ പിടിക്കുന്നവൻ, ബി അവിവേകി, സി സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ സി സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമായിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ സ്വപ്നത്തിലെ ദർശനം, ബി ഗർഭിണിയുടെ ഭാവന, സി ശകുനം നിമിത്തം എന്നിവ. ഉത്തരം ഓപ്ഷൻ എ സ്വപ്നത്തിലെ ദർശനം. എന്തിൽ ആശ്രയിച്ചവരാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻസ്: എ ശകുനത്തിൽ, ബി നിമിത്തത്തിൽ, സി സ്വപ്നങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ സി സ്വപ്നങ്ങളിൽ. വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: എ സത്യസന്ധമായ ചുണ്ടുകളിൽ, ബി അത്യുന്നതനെ ഭയപ്പെടുന്നവന്റെ ചുണ്ടുകളിൽ, സി യാത്ര ചെയ്യുന്നവന്റെ ജ്ഞാനത്തിൽ. ഉത്തരം ഓപ്ഷൻ എ സത്യസന്ധമായ ചുണ്ടുകളിൽ. വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ അത്യുന്നതനെ ഭയപ്പെടുന്നവൻ, ബി അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, സി അനുഭവസമ്പന്നൻ. ഉത്തരം ഓപ്ഷൻ സി അനുഭവസമ്പന്നൻ. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. ആരാണ് കഴിവുറ്റവനാകുന്നത്? ഓപ്ഷൻസ്: എ അനുഭവസമ്പന്നൻ, ബി യാത്ര ചെയ്തിട്ടുള്ളവൻ, സി വിദ്യാസമ്പന്നൻ. ഉത്തരം ഓപ്ഷൻ ബി യാത്ര ചെയ്തിട്ടുള്ളവൻ. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. പ്രഭാഷകനെ മാരകമായ അപകടങ്ങളിൽ നിന്നും പലപ്പോഴും രക്ഷിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ അനുഭവജ്ഞാനം, ബി യാത്രയിൽ നേടിയ അറിവ്, സി അനുഭവസമ്പത്ത്. ഉത്തരം ഓപ്ഷൻ എ അനുഭവജ്ഞാനം. പ്രഭാഷകനെ മാരകമായ അപകടങ്ങളിൽ നിന്നും പലപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് അനുഭവജ്ഞാനമാണ്. ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? ഓപ്ഷൻസ്: എ അനുഭവജ്ഞാനമുള്ളവന്റെ, ബി ദൈവഭക്തന്റെ, സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ. ഉത്തരം ഓപ്ഷൻ ബി ദൈവഭക്തന്റെ. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. പ്രഭാഷകൻ 34:14. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. പ്രഭാഷകൻ 34:15 ആരെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ, ബി അനുഭവജ്ഞാനമുള്ളവന്റെ, സി ദൈവഭക്തന്റെ. ഉത്തരം ഓപ്ഷൻ സി ദൈവഭക്തന്റെ. ദൈവഭക്തന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. ദൈവഭക്തന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. ധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് ആരാണ്? ഓപ്ഷൻസ്: എ അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ, ബി കർത്താവിനെ ഭയപ്പെടുന്നവൻ, സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ഓപ്ഷൻ ബി കർത്താവിനെ ഭയപ്പെടുന്നവൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല.
പ്രഭാഷകൻ 34:16. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ, കർത്താവാണ് അവൻ്റെ പ്രത്യാശ. ബി, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. സി, തൻ്റെ മാർഗം അവൻ അറിയുന്നു. ഉത്തരം ഓപ്ഷൻ ബി, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. കർത്താവ് ആർക്കാണ് ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലുമായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ, തന്നെ അന്വേഷിക്കുന്നവർക്ക്. ബി, തൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്ക്. സി, തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഓപ്ഷൻ സി, തന്നെ സ്നേഹിക്കുന്നവർക്ക്. കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ, തന്നെ സ്നേഹിക്കുന്നവരെ. ബി, തൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരെ. സി, തന്നെ അന്വേഷിക്കുന്നവരെ. ഉത്തരം ഓപ്ഷൻ എ, തന്നെ സ്നേഹിക്കുന്നവരെ. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഓപ്ഷൻസ്: എ, അന്യായമായി സ്വത്ത് സമ്പാദിച്ചവൻ്റെ. ബി, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. സി, നിയമനിഷേധകൻ്റെ. ഉത്തരം ഓപ്ഷൻ സി, നിയമനിഷേധകൻ്റെ. നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. പ്രഭാഷകൻ 34:22. നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ, നിയമനിഷേധകൻ്റെ. ബി, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. സി, അന്യായമായി സ്വത്ത് സമ്പാദിച്ചവൻ്റെ. ഉത്തരം ഓപ്ഷൻ ബി, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. പ്രഭാഷകൻ 34:23. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ ആർക്ക് തുല്യനാണ്? ഓപ്ഷൻസ്: എ, കൊലപാതകിക്ക്. ബി, കൊള്ളക്കാരന്. സി, പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവന്. ഉത്തരം ഓപ്ഷൻ സി, പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവന്. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. പ്രഭാഷകൻ 34:24. ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ കൊലപാതകിയാണ് എന്ന് പറയുവാൻ കാരണമെന്ത്? ഓപ്ഷൻസ്: എ, ദരിദ്രന്റെ ഭക്ഷണം അപഹരിച്ചതുകൊണ്ട്. ബി, ദരിദ്രന്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അതുകൊണ്ട്. സി, ദരിദ്രന്റെ ജീവൻ നിലനിർത്തുന്നത് അവൻ്റെ ഭക്ഷണമാണ് അതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, ദരിദ്രന്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അതുകൊണ്ട്. ദരിദ്രന്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. പ്രഭാഷകൻ 34:25. പ്രഭാഷകൻ 34:27 രക്തച്ചൊരിച്ചിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: എ, ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നത്. ബി, അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നത്. സി, വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത്. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലാണ്. പ്രഭാഷകൻ 34:27. അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻസ്: എ, വ്യർത്ഥഭാഷണം. ബി, സ്വപ്നങ്ങൾ. സി, ശകുനങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, സ്വപ്നങ്ങൾ. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ, വ്യർത്ഥഭാഷണങ്ങളിൽ. ബി, ശകുനങ്ങളിലും നിമിത്തങ്ങളിലും. സി, സ്വപ്നങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ സി, സ്വപ്നങ്ങളിൽ. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രഭാഷകൻ 34:7. വളരെ കാര്യങ്ങൾ അറിയുന്നതാരാണ്? ഓപ്ഷൻസ്: എ, വിദ്യാസമ്പന്നൻ. ബി, അനുഭവസമ്പന്നൻ. സി, യാത്ര ചെയ്യുന്നവൻ. ഉത്തരം ഓപ്ഷൻ എ, വിദ്യാസമ്പന്നൻ. ആരുടെ ബലിയെക്കുറിച്ചാണ് അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്ന് പറയുന്നത്? ഓപ്ഷൻസ്: എ, അന്യായമായി ബലി അർപ്പിക്കുന്നവൻ്റെ. ബി, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. സി, ദരിദ്രനെ കൊള്ള ചെയ്യുന്നവൻ്റെ. ഉത്തരം ഓപ്ഷൻ ബി, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. പ്രഭാഷകൻ 34:23. പ്രഭാഷകൻ 34-ാം അധ്യായത്തിലെ അവസാന ശീർഷകമേത്? ഓപ്ഷൻസ്: എ, യഥാർത്ഥ ഭക്തി. ബി, യഥാർത്ഥ സ്നേഹിതൻ. സി, യഥാർത്ഥ ജ്ഞാനി. ഉത്തരം ഓപ്ഷൻ എ, യഥാർത്ഥ ഭക്തി. ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ, കർത്താവ്.
ബി ദൈവം, സി അത്യുന്നതൻ. ഉത്തരം കർത്താവ്. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ആരാണ് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ ദൈവമായ കർത്താവ്, ബി കർത്താവ്, സി ദൈവം. ഉത്തരം കർത്താവ്. കർത്താവാണ് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത്. എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടിയെന്ന് പ്രഭാഷകൻ 34:31 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്തവനെ കുറിച്ച്, ബി കൈ കഴുകിയതിനു ശേഷം വീണ്ടും മൃതശരീരത്തിൽ തൊട്ടവനെ കുറിച്ച്, സി വേലക്കാർക്ക് കൂലി കൊടുക്കാത്തവനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ എ പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്തവനെ കുറിച്ച്. പ്രഭാഷകൻ അധ്യായം 35. നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണെന്നാണ് പ്രഭാഷകന്റെ ഗ്രന്ഥം 35-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ഓപ്ഷൻസ്: എ പാപപരിഹാര ബലി, ബി നിരവധി ബലികൾ, സി കൃതജ്ഞതാ ബലി. ഉത്തരം ഓപ്ഷൻ ബി നിരവധി ബലികൾ. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. സമാധാന ബലിക്ക് തുല്യമായത് എന്താണ്? ഓപ്ഷൻസ്: എ നിയമം പാലിക്കുന്നത്, ബി കരുണ കാണിക്കുന്നത്, സി കൽപ്പനകൾ അനുസരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി കൽപ്പനകൾ അനുസരിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ഓപ്ഷൻസ്: എ ധാന്യബലിക്ക്, ബി പാപപരിഹാര ബലിക്ക്, സി കൃതജ്ഞതാ ബലിക്ക്. ഉത്തരം ഓപ്ഷൻ എ ധാന്യബലിക്ക്. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ എന്തർപ്പിക്കുന്നു എന്നാണ് പ്രഭാഷകൻ 35:4 പറയുന്നത്? ഓപ്ഷൻസ്: എ കൃതജ്ഞതാ ബലി, ബി പാപപരിഹാര ബലി, സി ധാന്യബലി. ഉത്തരം ഓപ്ഷൻ എ കൃതജ്ഞതാ ബലി. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. പ്രഭാഷകൻ 35:4. പ്രഭാഷകൻ 35:5 അനുസരിച്ച് കർത്താവിന് പ്രീതികരമായത് എന്താണ്? ഓപ്ഷൻസ്: എ ബലികളും കാഴ്ചകളും, ബി ദുഷ്ടതയിൽ നിന്നൊഴിയുന്നത്, സി അനീതി വർജിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ദുഷ്ടതയിൽ നിന്നൊഴിയുന്നത്. അനീതി വർജിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ഓപ്ഷൻസ്: എ പാപപരിഹാര ബലി, ബി കൃതജ്ഞതാ ബലി, സി ധാന്യബലി. ഉത്തരം ഓപ്ഷൻ എ പാപപരിഹാര ബലി. അനീതി വർജിക്കുന്നത് പാപപരിഹാര ബലിക്ക് തുല്യമാണ്. എന്തുകൊണ്ടാണ് വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്ന് പ്രഭാഷകൻ പറയുവാൻ കാരണം? ഓപ്ഷൻസ്: എ അവിടുന്ന് നിരവധി കാഴ്ചകളിലും ബലികളിലും സംപ്രീതനാകുന്നു, ബി അവിടുന്നാണ് സകലത്തിന്റെയും സൃഷ്ടാവ്, സി എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. ആരുടെ ബലിയാണ് ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ ധാന്യബലി അർപ്പിക്കുന്നവന്റെ ബലി, ബി നീതിമാന്റെ ബലി, സി അനീതി പ്രവർത്തിക്കാത്തവന്റെ ബലി. ഉത്തരം ഓപ്ഷൻ ബി നീതിമാന്റെ ബലി. നീതിമാന്റെ ബലി സ്വീകാര്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ അത് വിസ്മരിക്കപ്പെടുകയില്ല, ബി അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല, സി അത് നിരവധി ബലികൾക്ക് തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ എ അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ എപ്രകാരമാണ് മഹത്വപ്പെടുത്തേണ്ടത്? ഓപ്ഷൻസ്: എ ആദ്യഫലം സമർപ്പിച്ച്, ബി ബലികളും കാഴ്ചകളും അർപ്പിച്ച്, സി മനം തുറന്ന്. ഉത്തരം ഓപ്ഷൻ സി മനം തുറന്ന്. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. പ്രഭാഷകൻ 35:10. എന്ത് സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ കാഴ്ചബലി സമർപ്പിക്കുമ്പോൾ, ബി ആദ്യഫലം സമർപ്പിക്കുമ്പോൾ, സി കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി ആദ്യഫലം സമർപ്പിക്കുമ്പോൾ. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. പ്രഭാഷകൻ 35:10. എന്ത് സമർപ്പിക്കുമ്പോഴാണ് മുഖം വാടരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ആദ്യഫലം, ബി കാഴ്ച,
സി ദശാംശം. ഉത്തരം ഓപ്ഷൻ ബി കാഴ്ച. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. എപ്രകാരമാണ് ദശാംശം കൊടുക്കേണ്ടത്? ഓപ്ഷൻസ്: എ സന്തോഷത്തോടെ, ബി അത്യുന്നതൻ നൽകിയതുപോലെ, സി ഉദാരമായി. ഉത്തരം ഓപ്ഷൻ എ സന്തോഷത്തോടെ. കർത്താവ് എപ്രകാരമാണ് പ്രതിഫലം തിരികെ തരുന്നത്? ഓപ്ഷൻസ്: എ ഉദാരമായി, ബി 7 ഇരട്ടിയായി, സി പക്ഷപാതമില്ലാതെ. ഉത്തരം ഓപ്ഷൻ ബി 7 ഇരട്ടിയായി. എന്തുകൊണ്ടാണ് കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ അത് അവിടുത്തെ കോപത്തെ ജ്വലിപ്പിക്കും, ബി കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല, സി കർത്താവിനെ പരീക്ഷിക്കരുത്. ഉത്തരം ഓപ്ഷൻ ബി കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ അടുത്തതായി എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്, ബി അവിടുന്ന് കൈക്കൂലി സ്വീകരിക്കുകയില്ല, സി അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. ഉത്തരം ഓപ്ഷൻ എ കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. പ്രഭാഷകൻ 35:15 കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: എ ദരിദ്രനോട് പക്ഷപാതം കാണിക്കാത്തവൻ, ബി വിധവയുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ, സി പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ. ഉത്തരം ഓപ്ഷൻ സി പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ. അവിടുന്ന് ആരോടാണ് പക്ഷപാതം കാണിക്കുന്നില്ലാത്തത്? ഓപ്ഷൻസ്: എ ദരിദ്രനോട്, ബി എളിയവനോട്, സി വിധവയോട്. ഉത്തരം ഓപ്ഷൻ എ ദരിദ്രനോട്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. കർത്താവ് ആരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പ്രഭാഷകൻ 35:16 പറയുന്നത്? ഓപ്ഷൻസ്: എ വിധവയുടെ, ബി അനാഥന്റെ, സി തിന്മയ്ക്ക് വിധേയനായവന്റെ. ഉത്തരം ഓപ്ഷൻ സി തിന്മയ്ക്ക് വിധേയനായവന്റെ. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. ആരുടെ പ്രാർത്ഥനയാണ് അവിടുന്ന് അവഗണിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ അനാഥന്റെ, ബി വിധവയുടെ, സി തിന്മയ്ക്ക് വിധേയനായവന്റെ. ഉത്തരം ഓപ്ഷൻ എ അനാഥന്റെ. അനാഥന്റെ പ്രാർത്ഥന അവിടുന്ന് അവഗണിക്കുകയില്ല. ആരുടെ പരാതികളാണ് അവിടുന്ന് അവഗണിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ അനാഥന്റെ, ബി ദരിദ്രന്റെ, സി വിധവയുടെ. ഉത്തരം ഓപ്ഷൻ സി വിധവയുടെ. വിധവയുടെ പരാതികൾ അവിടുന്ന് അവഗണിക്കുകയില്ല. എപ്പോഴാണ് വിധവയുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുന്നത്? ഓപ്ഷൻസ്: എ തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ, ബി കണ്ണീരോടെ അവിടുത്തെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ, സി അവിടുന്ന് അവളുടെ പ്രാർത്ഥന സ്വീകരിക്കുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. പ്രഭാഷകൻ 35:20 പ്രകാരം ആരാണ് കർത്താവിന് സ്വീകാര്യൻ? ഓപ്ഷൻസ്: എ ബലികൾ അർപ്പിക്കുന്നവൻ, ബി കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ, സി വിനീത ഹൃദയൻ. ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത്? ഓപ്ഷൻസ്: എ വിനീത ഹൃദയന്റെ, ബി കർത്താവിന് സ്വീകാര്യനായവന്റെ, സി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ. ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത്? ഓപ്ഷൻസ്: എ വിനീതന്റെ, ബി കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ, സി വിനീത ഹൃദയന്റെ. ഉത്തരം ഓപ്ഷൻ എ വിനീതന്റെ. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചുമാണ് പ്രഭാഷകൻ 35:21 പറയുന്നത്? ഓപ്ഷൻസ്: എ വിനീതനെയും അവന്റെ പ്രാർത്ഥനയെയും കുറിച്ച്, ബി വിധവയെയും അവളുടെ പരാതികളെയും കുറിച്ച്, സി അനാഥനെയും അവന്റെ യാചനകളെയും കുറിച്ച്.
ഉത്തരം ഓപ്ഷൻ എ വിനീതനെയും അവന്റെ പ്രാർത്ഥനയെയും കുറിച്ച്. ആരാണ് ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ സന്ദർശിക്കുന്നത്? ഓപ്ഷൻസ് എ ദൈവമായ കർത്താവ്, ബി ദൈവം, സി അത്യുന്നതൻ. ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതൻ. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. പ്രഭാഷകൻ 35:22. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ പിൻവാങ്ങുകയില്ലാത്തത് ആരാണ്? ഓപ്ഷൻസ് എ വിനീത ഹൃദയൻ, ബി വിനീതൻ, സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ഉത്തരം ഓപ്ഷൻ ബി വിനീതൻ. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ വിനീതൻ പിൻവാങ്ങുകയില്ല. ആരാണ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ലാത്തത്? ഓപ്ഷൻസ് എ അത്യുന്നതൻ, ബി കർത്താവ്, സി ദൈവം. ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. കർത്താവ് നിർദ്ദയനോട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻസ് എ നിർമാർജനം ചെയ്യും, ബി അരക്കെട്ട് തകർക്കും, സി പകരം വീട്ടും. ഉത്തരം ഓപ്ഷൻ ബി അരക്കെട്ട് തകർക്കും. കർത്താവ് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കും. കർത്താവ് ആരോടാണ് പകരം വീട്ടുന്നത്? ഓപ്ഷൻസ് എ നിർദ്ദയനോട്, ബി അനീതി പ്രവർത്തിക്കുന്നവനോട്, സി ജനതകളോട്. ഉത്തരം ഓപ്ഷൻ സി ജനതകളോട്. കർത്താവ് ആരെയാണ് നിർമാർജനം ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ജനതകളെ, ബി ധിക്കാരികളുടെ കൂട്ടത്തെ, സി അനീതി പ്രവർത്തിക്കുന്നവരെ. ഉത്തരം ഓപ്ഷൻ ബി ധിക്കാരികളുടെ കൂട്ടത്തെ. കർത്താവ് ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യും. കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവനോട് എപ്രകാരമാണ് വർത്തിക്കുന്നത്? ഓപ്ഷൻസ് എ നിർമാർജനം ചെയ്യും, ബി അരക്കെട്ട് തകർക്കും, സി ചെങ്കോൽ തകർത്ത് കളയും. ഉത്തരം ഓപ്ഷൻ സി ചെങ്കോൽ തകർത്ത് കളയും. കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്ത് കളയും. എന്തിനൊത്താണ് മനുഷ്യന് അവിടുന്ന് പ്രതിഫലം നൽകുന്നത്? ഓപ്ഷൻസ് എ പ്രയത്നങ്ങൾക്കൊത്ത്, ബി വൈഭവത്തിനൊത്ത്, സി പ്രവൃത്തിക്കൊത്ത്. ഉത്തരം ഓപ്ഷൻ സി പ്രവൃത്തിക്കൊത്ത്. മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് പ്രതിഫലം നൽകും. പ്രയത്നങ്ങൾക്ക് അവിടുന്ന് എന്തനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത്? ഓപ്ഷൻസ് എ പ്രവൃത്തിക്കൊത്ത്, ബി മനുഷ്യന്റെ വൈഭവത്തിനനുസരിച്ച്, സി അവയുടെ അതായത് പ്രയത്നങ്ങളുടെ വൈഭവത്തിനനുസരിച്ച്. ഉത്തരം ഓപ്ഷൻ സി അവയുടെ അതായത് പ്രയത്നങ്ങളുടെ വൈഭവത്തിനനുസരിച്ച്. കർത്താവ് തൻ്റെ ജനത്തെ എങ്ങനെയാണ് ആനന്ദിപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ തൻ്റെ ദയയിൽ, ബി പരാതികൾക്ക് വിധി കൽപ്പിച്ച്, സി പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ. ഉത്തരം ഓപ്ഷൻ സി പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ. തൻ്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. പ്രഭാഷകൻ 35:25. കഷ്ടതയിൽ കർത്താവിന്റെ കരുണ എപ്രകാരം ആശ്വാസപ്രദമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ് എ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ, ബി ചൂടുകാറ്റിൽ അഭയകേന്ദ്രം പോലെ, സി പൊരിവെയിലിൽ തണൽ പോലെ. ഉത്തരം ഓപ്ഷൻ എ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ആശ്വാസപ്രദമായിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻസ് എ കർത്താവിന്റെ കരുണ, ബി അത്യുന്നതന്റെ സന്ദർശനം, സി നിഷ്കളങ്കന് ന്യായവിധി നടത്തി കൊടുക്കൽ. ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ കരുണ. പ്രഭാഷകന്റെ ഗ്രന്ഥം 35-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത്? ഓപ്ഷൻസ് എ 20 വാക്യങ്ങൾ, ബി 25 വാക്യങ്ങൾ, സി 26 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി 26 വാക്യങ്ങൾ. പ്രഭാഷകന്റെ ഗ്രന്ഥം 35-ാം അധ്യായത്തിൽ 26 വാക്യങ്ങളാണുള്ളത്. താഴെ പറയുന്നവയിൽ ശീർഷകങ്ങളില്ലാത്ത അധ്യായം ഏതാണ്? ഓപ്ഷൻസ് എ പ്രഭാഷകൻ 36, ബി പ്രഭാഷകൻ 34, സി പ്രഭാഷകൻ 35. ഉത്തരം ഓപ്ഷൻ സി പ്രഭാഷകൻ 35.
യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ ഗ്രന്ഥം 35-ാം അധ്യായത്തിൽ നിന്നും 40 ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും പ്രഭാഷകന്റെ ഗ്രന്ഥം അധ്യായം 36. പ്രഭാഷകന്റെ ഗ്രന്ഥം 36-ാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: എ. ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ബി. അതിഥിക്കും ആതിഥേയനും ഉപദേശം. സി. ദൈവഭക്തി. ഉത്തരം ഓപ്ഷൻ എ. ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് പ്രഭാഷകൻ 36:1 ആരോടാണ് അപേക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ. ദൈവമായ കർത്താവിനോട്. ബി. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട്. സി. സൈന്യങ്ങളുടെ നാഥനായ കർത്താവിനോട്. ഉത്തരം ഓപ്ഷൻ ബി. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട്. ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ 36:2 പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അന്യജനതകൾ. ബി. ഇസ്രായേലിന്റെ ശത്രുക്കൾ. സി. എല്ലാ ജനതകളും. ഉത്തരം ഓപ്ഷൻ സി. എല്ലാ ജനതകളും. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ. ആർക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്നാണ് പ്രഭാഷകൻ 36:3 പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ. ബി. അന്യജനതകൾക്കെതിരെ. സി. ഇസ്രായേലിന്റെ പീഡകർക്കെതിരെ. ഉത്തരം ഓപ്ഷൻ ബി. അന്യജനതകൾക്കെതിരെ. അന്യജനതകൾക്കെതിരെ കരമുയർത്തണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. ഇസ്രായേൽ. ബി. അന്യജനതകൾ. സി. എല്ലാ ജനതകളും. ഉത്തരം ഓപ്ഷൻ ബി. അന്യജനതകൾ. അന്യജനതകൾ അവിടുത്തെ ശക്തി ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. ആരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ 36:4 പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അന്യജനതകളുടെ. ബി. വിജാതീയരുടെ. സി. എല്ലാ ജനതകളുടെയും. ഉത്തരം ഓപ്ഷൻ എ. അന്യജനതകളുടെ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ ആരങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ 36:5 പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. ഇസ്രായേലിനു ചുറ്റുമുള്ള ജനങ്ങൾ. ബി. അന്യജനതകൾ. സി. എല്ലാ ജനതകളും. ഉത്തരം ഓപ്ഷൻ ബി. അന്യജനതകൾ. അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ 36:6 പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. ബി. ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും. സി. അടയാളങ്ങൾ പ്രവർത്തിച്ച്. ഉത്തരം ഓപ്ഷൻ എ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും. ബി. ക്രോധം വർഷിച്ച്. സി. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച്. ഉത്തരം ഓപ്ഷൻ സി. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച്. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ചാണ് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത്. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ. കാലത്തെ ത്വരിപ്പിക്കണം. ബി. ശത്രുവിനെ ചിതറിക്കണം. സി. കോപത്തെ ഉണർത്തി ക്രോധം വർഷിക്കണം. ഉത്തരം ഓപ്ഷൻ എ. കാലത്തെ ത്വരിപ്പിക്കണം. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ആരാണ് പ്രകീർത്തിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. അന്യജനതകൾ. ബി. ജനം. സി. എല്ലാ ജനതകളും. ഉത്തരം ഓപ്ഷൻ ബി. ജനം. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവർക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. നാശമടയട്ടെ. ബി. അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ. സി. അങ്ങയുടെ കോപത്തിന്റെ തീയിൽ ദഹിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ ബി. അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ. ആര് നാശമടയട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവർ. ബി. അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ. സി. അവിടുത്തെ ജനത്തെ പീഡിപ്പിക്കുന്നവർ. ഉത്തരം ഓപ്ഷൻ ബി. അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ.
എങ്ങനെയുള്ള ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അഹങ്കാരികളായ, ബി. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന, സി. അങ്ങയുടെ ജനത്തെ ദ്രോഹിക്കുന്ന. ഉത്തരം ഓപ്ഷൻ ബി, ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. ആരുടെ ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടി അവരുടെ അവകാശം മുമ്പിലത്തേതുപോലെ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ. ഇസ്രായേലിന്റെ, ബി. യാക്കോബിന്റെ, സി. അവിടുത്തെ ദാസനായ യാക്കോബിന്റെ. ഉത്തരം ഓപ്ഷൻ ബി, യാക്കോബിന്റെ. യാക്കോബിന്റെ ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടി അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത്. പ്രഭാഷകൻ ഇസ്രായേലിനെ കർത്താവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനം എന്ന് വിളിച്ചതിന് ശേഷം എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേൽ, ബി. യാക്കോബിന്റെ സന്തതികൾ, സി. തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഉത്തരം ഓപ്ഷൻ എ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേൽ. പ്രഭാഷകന്റെ ഗ്രന്ഥം 36-ാം അധ്യായത്തിൽ ജെറുസലേമിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, അങ്ങയുടെ വിശ്രമ സങ്കേതം, ബി. വിശുദ്ധ നഗരം, സി. കർത്താവിന്റെ സിംഹാസനം. ഉത്തരം ഓപ്ഷൻ എ, അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, അങ്ങയുടെ വിശ്രമ സങ്കേതം. സിയോനെ എങ്ങനെയാണ് നിറയ്ക്കേണ്ടത്? ഓപ്ഷൻസ്: എ. അങ്ങയുടെ മഹത്വം കൊണ്ട്, ബി. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട്, സി. അത്ഭുത പ്രവൃത്തികൾ കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട്. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ട് മറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട്, ബി. അങ്ങയുടെ മഹത്വം കൊണ്ട്, സി. അങ്ങയുടെ തേജസ് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, അങ്ങയുടെ മഹത്വം കൊണ്ട്. അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ മഹത്വം കൊണ്ട് മറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. ആർക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്, ബി. അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക്, സി. അങ്ങയുടെ ആദിജാതർക്ക്. ഉത്തരം ഓപ്ഷൻ ബി, അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക്. അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: എ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ, ബി. അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, സി. അങ്ങയുടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. ആരുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്? ഓപ്ഷൻസ്: എ. ദൈവമായ കർത്താവിന്റെ, ബി. പ്രവാചകന്മാരുടെ, സി. കർത്താവിന്റെ. ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. കർത്താവിന്റെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. ആർക്കാണ് പ്രതിഫലം നൽകേണ്ടത്? ഓപ്ഷൻസ്: എ. പ്രവാചകന്മാർക്ക്, ബി. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, സി. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. ഓപ്ഷൻ ബി, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് പ്രതിഫലം നൽകേണ്ടത്. ആരുടെ വിശ്വാസതയാണ് തെളിയിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ, ബി. കർത്താവിന്റെ പ്രവാചകന്മാരുടെ, സി. കർത്താവിന്റെ ആദ്യ സൃഷ്ടികളുടെ. ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിന്റെ പ്രവാചകന്മാരുടെ. കർത്താവിന്റെ പ്രവാചകന്മാരുടെ വിശ്വാസതയാണ് തെളിയിക്കേണ്ടത്. കർത്താവിന്റെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്താണ് അവിടുത്തെ ദാസരുടെ പ്രാർത്ഥന കേൾക്കേണ്ടത്? ഓപ്ഷൻസ്: എ. മോശ, ബി. അബ്രാഹം, സി. അഹ്റോൻ. ഉത്തരം ഓപ്ഷൻ സി, അഹ്റോൻ. ഭൂമിയിലുള്ള സകല ജനതകളും എന്താണ് അറിയേണ്ടത്? ഓപ്ഷൻസ്: എ. അങ്ങാണ് സകലത്തിന്റെയും കർത്താവ്, ബി. അങ്ങാണ് യുഗങ്ങളുടെ രാജാവായ കർത്താവ്, സി. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി, അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ്. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ.
പ്രഭാഷകന്റെ ഗ്രന്ഥം 36-ാം അധ്യായത്തിൽ പ്രഭാഷകൻ എന്താണ് ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ. സകലത്തിന്റെയും സൃഷ്ടാവിനെ ബഹുമാനിക്കുക. ബി. ശ്രേഷ്ഠമായവ തിരഞ്ഞെടുക്കുക. സി. യുഗങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമങ്ങൾ പാലിക്കുക. ഉത്തരം ഓപ്ഷൻ ബി, ശ്രേഷ്ഠമായവ തിരഞ്ഞെടുക്കുക. എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: എ. ബലി, ബി. ഭക്ഷണം, സി. അനുഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി, ഭക്ഷണം. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് എന്നാണ് വചനം പറയുന്നത്. ആരാണ് വ്യാജവാക്ക് തിരിച്ചറിയുന്നത്? ഓപ്ഷൻസ്: എ. ബുദ്ധിമാൻ, ബി. സൂക്ഷ്മബുദ്ധി, സി. വിവേകി. ഉത്തരം ഓപ്ഷൻ ബി, സൂക്ഷ്മബുദ്ധി. നാവ് രുചി കണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. ദുഃഖം വിതയ്ക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ. കുടിലബുദ്ധി, ബി. ഭോഷൻ, സി. വക്രബുദ്ധി. ഉത്തരം ഓപ്ഷൻ എ, കുടിലബുദ്ധി. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു. പ്രഭാഷകൻ 36:20. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിന് പകരം വീട്ടുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ. സൂക്ഷ്മബുദ്ധി, ബി. അനുഭവസമ്പന്നൻ, സി. വിവേകി. ഉത്തരം ഓപ്ഷൻ ബി, അനുഭവസമ്പന്നൻ. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവസമ്പന്നൻ അതിന് പകരം വീട്ടും. പ്രഭാഷകൻ 36:20. സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കും, എന്നാൽ പുരുഷൻ എന്ത് ചെയ്യുന്നില്ല? ഓപ്ഷൻസ്: എ. എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല. ബി. എല്ലാ സ്ത്രീകളെയും സ്വീകരിക്കുകയില്ല. സി. അനുരൂപകളല്ലാത്തവരെ പരിഗണിക്കുകയില്ല. ഉത്തരം ഓപ്ഷൻ എ, എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല. എന്താണ് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത്? ഓപ്ഷൻസ്: എ. സ്ത്രീയുടെ വിനയം, ബി. ഭാര്യയുടെ വിശ്വസ്തത, സി. സ്ത്രീയുടെ സൗന്ദര്യം. ഉത്തരം ഓപ്ഷൻ സി, സ്ത്രീയുടെ സൗന്ദര്യം. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. പുരുഷന് മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായതെന്താണ്? ഓപ്ഷൻസ്: എ. ഭാര്യയുടെ വിശ്വസ്തത, ബി. ഭാര്യയുടെ സ്വഭാവമഹിമ, സി. സ്ത്രീയുടെ സൗന്ദര്യം. ഉത്തരം ഓപ്ഷൻ സി, സ്ത്രീയുടെ സൗന്ദര്യം. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത്. അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ. അവൾ കുലീനയും സൗന്ദര്യവും ഉള്ളവളാണെങ്കിൽ, ബി. അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ, സി. അവൾ ഉത്തമയും വിവേകവതിയുമാണെങ്കിൽ. ഉത്തരം ഓപ്ഷൻ ബി, അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ. അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. പ്രഭാഷകൻ 36:23. പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരാണ്? ഓപ്ഷൻസ്: എ. ഭാര്യ, ബി. ഉത്തമയായ ഭാര്യ, സി. സുന്ദരിയായ ഭാര്യ. ഉത്തരം ഓപ്ഷൻ എ, ഭാര്യ. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ എന്നാണ് പ്രഭാഷകൻ 36:24 പറയുന്നത്. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടുമെന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ വീണ്ടും എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും? ബി. ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. സി. ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. ഉത്തരം ഓപ്ഷൻ ബി, ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും, ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. പ്രഭാഷകൻ 36:25. പ്രഭാഷകൻ 36-ാം അധ്യായത്തിൽ ആര് വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നത് ആരെക്കുറിച്ചൊക്കെയാണ്? ഓപ്ഷൻസ്: എ. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും വീടില്ലാതെ അലഞ്ഞു നടക്കുന്ന ദരിദ്രനെയും. ബി. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെയും. സി. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുന്നവനെയും. ഉത്തരം ഓപ്ഷൻ ബി, നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെയും. പ്രഭാഷകൻ അധ്യായം 37. പ്രഭാഷകന്റെ ഗ്രന്ഥം 37-ാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്:
എ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, യഥാർത്ഥ ജ്ഞാനി. ബി യഥാർത്ഥ സ്നേഹിതൻ, യഥാർത്ഥ ജ്ഞാനി. സി യഥാർത്ഥ ജ്ഞാനി വൈദ്യനും രോഗശാന്തിയും. ഉത്തരം ഓപ്ഷൻ ബി, യഥാർത്ഥ സ്നേഹിതൻ, യഥാർത്ഥ ജ്ഞാനി. മരണതുല്യമായ ദുഃഖം എന്താണ്? ഓപ്ഷൻസ്: എ സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. ബി സ്നേഹിതനാൽ വഞ്ചിക്കപ്പെടുന്നത്. സി ആപത്ത് വരുമ്പോൾ സ്നേഹിതനാൽ ഉപേക്ഷിക്കപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമാണ്. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ശത്രുവുമായി മാറിയ സ്നേഹിതൻ. ബി നിയമനിഷേധകൻ. സി ദുഷിച്ച ഭാവന. ഉത്തരം ഓപ്ഷൻ സി, ദുഷിച്ച ഭാവന. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ആരോടാണ് ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ പാപികളുടെ സന്തതികളോട്. ബി ദുഷിച്ച ഭാവനയോട്. സി ദുഷ്ടനോട്. ഉത്തരം ഓപ്ഷൻ ബി, ദുഷിച്ച ഭാവനയോട്. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ദുഷിച്ച ഭാവനയോടാണ് ചോദിക്കുന്നത്. യുദ്ധം വരുമ്പോൾ ഒരുവന് പരിചയായി നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സ്നേഹിതർ. ബി ഉദരപൂരണത്തിന് വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവർ. സി ചില സ്നേഹിതർ. ഉത്തരം ഓപ്ഷൻ ബി, ഉദരപൂരണത്തിന് വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവർ. ഉദരപൂരണത്തിന് വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവരാണ് യുദ്ധം വരുമ്പോൾ ഒരുവന് പരിചയമായി നിൽക്കുന്നത്. പ്രഭാഷകൻ 37:6 ആരെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുത് എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ നിനക്ക് ഉപകാരം ചെയ്തവനെ. ബി സ്നേഹിതനെ. സി സുഹൃത്തുക്കളെ. ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതനെ. ആദ്യം ആരുടെ ലക്ഷ്യം ഗ്രഹിക്കണമെന്നാണ് പ്രഭാഷകൻ 37:8 പറയുന്നത്? ഓപ്ഷൻസ്: എ സ്നേഹിതന്റെ. ബി സ്നേഹിതനായി നടിക്കുന്നവന്റെ. സി ഉപദേശകന്റെ. ഉത്തരം ഓപ്ഷൻ സി, ഉപദേശകന്റെ. ആദ്യം ഉപദേശകന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. ആര് നിന്നെ ചതിച്ചെന്ന് വരാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ഉപദേശകൻ. ബി സ്നേഹിതൻ. സി ഉപദേശകനായി നടിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ എ, ഉപദേശകൻ. ഉപദേശകൻ നിന്നെ ചതിച്ചെന്ന് വരാം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ മാറി നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സ്നേഹിതൻ. ബി ഉപദേശകൻ. സി വ്യാജ സ്നേഹിതൻ. ഉത്തരം ഓപ്ഷൻ ബി, ഉപദേശകൻ. ആരോട് ഉപദേശം ചോദിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ഉപദേശകനോട്. ബി നിന്നെ സംശയിക്കുന്നവനോട്. സി അസൂയാലുവിനോട്. ഉത്തരം ഓപ്ഷൻ ബി, നിന്നെ സംശയിക്കുന്നവനോട്. പ്രഭാഷകൻ 37:10 പ്രകാരം ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുതാത്തത്? ഓപ്ഷൻസ്: എ നിന്നെ സംശയിക്കുന്നവനോട്. ബി ഉപദേശകനോട്. സി അസൂയാലുവിനോട്. ഉത്തരം ഓപ്ഷൻ സി, അസൂയാലുവിനോട്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് ആരെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഓപ്ഷൻസ്: എ പ്രതിയോഗിയെ പറ്റി. ബി പ്രതിദ്വന്ദിയെ പറ്റി. സി വലിയ ഉദ്യമത്തെ പറ്റി. ഉത്തരം ഓപ്ഷൻ ബി, പ്രതിദ്വന്ദിയെ പറ്റി. സ്ത്രീയോട് പ്രതിദ്വന്ദിയെ പറ്റി ആലോചന നടത്തരുത്. യുദ്ധത്തെ പറ്റി ആരോട് ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ സ്ത്രീയോട്. ബി ക്രൂരനോട്. സി ഭീരുവിനോട്. ഉത്തരം ഓപ്ഷൻ സി, ഭീരുവിനോട്. യുദ്ധത്തെ പറ്റി ഭീരുവിനോട് ആലോചന നടത്തരുത്. ആരോടാണ് വിലയെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഓപ്ഷൻസ്: എ വാങ്ങുന്നവനോട്. ബി വിൽക്കുന്നവനോട്. സി വ്യാപാരിയോട്. ഉത്തരം ഓപ്ഷൻ സി, വ്യാപാരിയോട്. വ്യാപാരിയോട് വിലയെപ്പറ്റി ആലോചന നടത്തരുത്. ആരോടാണ് വിൽപ്പനയെപ്പറ്റി ഉപദേശം തേടരുതാത്തത് അല്ലെങ്കിൽ ആലോചന നടത്തരുതാത്തത്? ഓപ്ഷൻസ്: എ വ്യാപാരിയോട്. ബി വാങ്ങുന്നവനോട്. സി വിൽക്കുന്നവനോട്. ഉത്തരം ഓപ്ഷൻ ബി, വാങ്ങുന്നവനോട്. വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റി ഉപദേശം തേടരുത്. വിദ്വേഷിയോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതാത്തത്? ഓപ്ഷൻസ്: എ സ്നേഹത്തെ പറ്റി. ബി നന്ദിയെ പറ്റി. സി കരുണയെ പറ്റി. ഉത്തരം ഓപ്ഷൻ ബി, നന്ദിയെ പറ്റി. വിദ്വേഷിയോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുത്.
കരുണയെപ്പറ്റി ആരോടാണ് ഉപദേശം തേടരുതാത്തത്? ഓപ്ഷൻസ്: എ ക്രൂരനോട്, ബി വിദ്വേഷിയോട്, സി കരുണയില്ലാത്തവനോട്. ഉത്തരം ഓപ്ഷൻ എ ക്രൂരനോട്. ക്രൂരനോട് കരുണയെപ്പറ്റി ഉപദേശം തേടരുത്. അലസനോട് എന്തിനെക്കുറിച്ചാണ് ആലോചന നടത്തരുതാത്തത്? ഓപ്ഷൻസ്: എ ഉദ്യമത്തെപ്പറ്റി, ബി ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി, സി അധ്വാനത്തെപ്പറ്റി. ഉത്തരം ഓപ്ഷൻ സി അധ്വാനത്തെപ്പറ്റി. അലസനോട് അധ്വാനത്തെപ്പറ്റി ആലോചന നടത്തരുത്. ആരോടാണ് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തരുതാത്തത്? ഓപ്ഷൻസ്: എ 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട്, ബി അലസനോട്, സി ദാസനോട്. ഉത്തരം ഓപ്ഷൻ എ 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട്. 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തരുത്, അല്ലെങ്കിൽ ഉപദേശം തേടരുത്. മടിയനായ ദാസനോട് എന്ത് നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ഉപദേശം തേടരുത്, ബി വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുത്, സി അധ്വാനത്തെപ്പറ്റി ഉപദേശം തേടരുത്. ഉത്തരം ഓപ്ഷൻ ബി വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുത്. മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുത്. എത്ര തരം ആൾക്കാരോട് ആലോചന നടത്തരുത് അല്ലെങ്കിൽ ഉപദേശം തേടരുത് എന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്? ഓപ്ഷൻസ്: എ 7, ബി 8, സി 9. ഉത്തരം ഓപ്ഷൻ സി 9. 9 തരം ആൾക്കാരോട് ആലോചന നടത്തരുത് അല്ലെങ്കിൽ ഉപദേശം തേടരുത് എന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്. എങ്ങനെയുള്ളവനോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത്? ഓപ്ഷൻസ്: എ ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനോട്, ബി നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്, സി ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. ഉത്തരം ഓപ്ഷൻ സി ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് ഒട്ടി നിൽക്കണം. ആരുടെ ഉപദേശമാണ് നീ സ്വീകരിക്കേണ്ടത്? ഓപ്ഷൻസ്: എ നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം, ബി നിന്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്നവന്റെ ഉപദേശം, സി ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനുമായവന്റെ ഉപദേശം. ഉത്തരം ഓപ്ഷൻ എ നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശമാണ് നീ സ്വീകരിക്കേണ്ടത്. അതിനേക്കാൾ വിശ്വാസമായി എന്തുണ്ട് എന്ന് പ്രഭാഷകൻ 37:13 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: എ ദൈവഭക്തി, ബി കൽപ്പനകൾ, സി നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം. ഉത്തരം ഓപ്ഷൻ സി നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശത്തെക്കാൾ വിശ്വാസമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ഉത്തമനായ സ്നേഹിതൻ, ബി സ്വന്തം ഹൃദയം, സി കൽപ്പനകൾ. ഉത്തരം ഓപ്ഷൻ ബി സ്വന്തം ഹൃദയം. പ്രഭാഷകൻ 37:15 അത്യുന്നതനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് പ്രാർത്ഥിക്കുക, ബി എല്ലാറ്റിനുമുപരി വിവേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, സി എല്ലാറ്റിനുമുപരി ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഉത്തരം ഓപ്ഷൻ എ എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് പ്രാർത്ഥിക്കുക. യഥാർത്ഥ ജ്ഞാനി എന്ന ശീർഷകത്തിന് മുൻപ് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: എ നിയമപണ്ഡിതനെ കുറിച്ച്, ബി യഥാർത്ഥ സ്നേഹിതനെ കുറിച്ച്, സി അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി യഥാർത്ഥ സ്നേഹിതനെ കുറിച്ച്. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ഓപ്ഷൻസ്: എ ചിന്ത, ബി ആലോചന, സി പ്രയത്നം. ഉത്തരം ഓപ്ഷൻ എ ചിന്ത. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. എല്ലാ ഉദ്യമവും എന്തിന്റെ തുടർച്ചയാണ്? ഓപ്ഷൻസ്: എ ചിന്തയുടെ, ബി പ്രയത്നത്തിന്റെ, സി ആലോചനയുടെ. ഉത്തരം ഓപ്ഷൻ സി ആലോചനയുടെ. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ദൈവഭക്തി, ബി ആലോചന, സി ചിന്ത. ഉത്തരം ഓപ്ഷൻ സി ചിന്ത. ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് ചിന്തയാണ്. അതിന് 4 ശാഖകളുണ്ട് എന്ന് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്?
ഓപ്ഷൻസ് എ ദൈവഭക്തി, ബി ആലോചന, സി ചിന്ത. ഉത്തരം ഓപ്ഷൻ സി ചിന്ത. ചിന്തയ്ക്കാണ് 4 ശാഖകളുള്ളത്. ചിന്തയുടെയും അതിൻ്റെ 4 ശാഖകളുടെയും നിയന്താവ് ആരാണ്? ഓപ്ഷൻസ് എ നാവ്, ബി അത്യുന്നതൻ, സി ദൈവം. ഉത്തരം ഓപ്ഷൻ എ നാവ്. ചിന്തയുടെയും അതിൻ്റെ 4 ശാഖകളുടെയും നിയന്താവ് നാവാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസ് എ സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു, ബി മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുന്നു, സി ശ്രേഷ്ഠന്മാരാൽ ആദരിക്കപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവൻ ശത്രുക്കളെ സമ്പാദിക്കുമ്പോൾ എന്താണ് അവന്റെ അനുഭവം? ഓപ്ഷൻസ് എ പട്ടിണി, ബി അവഹേളനം, സി അപമാനം. ഉത്തരം ഓപ്ഷൻ എ പട്ടിണി. വാചാലതയുള്ളവൻ ശത്രുക്കളെ സമ്പാദിക്കുമ്പോൾ പട്ടിണിയാണ് അവന്റെ അനുഭവം. ആരുടെ ജ്ഞാനമാണ് അവന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നത്? ഓപ്ഷൻസ് എ വാചാലന്റെ, ബി തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ, സി വിവേകശൂന്യന്റെ. ഉത്തരം ഓപ്ഷൻ ബി തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നു. ആരാണ് തന്റെ ജനത്തെ ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ് എ വിവേകി, ബി വിനീതഹൃദയൻ, സി ജ്ഞാനി. ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനി. തന്റെ ജനത്തെ ഉപദേശിക്കുന്നത് ജ്ഞാനിയാണ്. ആരുടെ വിവേകത്തിന്റെ ഫലമാണ് വിശ്വസനീയമായത്? ഓപ്ഷൻസ് എ വിനീതഹൃദയന്റെ, ബി ജ്ഞാനിയുടെ, സി വിവേകിയുടെ. ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനിയുടെ. മനുഷ്യന്റെ ദിനങ്ങൾ എപ്രകാരമുള്ളതാണ്? ഓപ്ഷൻസ് എ എണ്ണപ്പെട്ടവയാണ്, ബി പരിമിതമാണ്, സി ചുരുക്കപ്പെട്ടവയാണ്. ഉത്തരം ഓപ്ഷൻ ബി പരിമിതമാണ്. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ എപ്രകാരമുള്ളവയാണ്? ഓപ്ഷൻസ് എ അസംഖ്യമാണ്, ബി സംഖ്യാതീതമാണ്, സി പരിമിതമാണ്. ഉത്തരം ഓപ്ഷൻ സി സംഖ്യാതീതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതമാണ്. സ്വജനമധ്യേ ആദരം നേടുന്നത് ആരാണ്? ഓപ്ഷൻസ് എ അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ, ബി നിയമപണ്ഡിതൻ, സി ജ്ഞാനി. ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനി. സ്വജനമധ്യേ ആദരം നേടുന്നത് ജ്ഞാനിയാണ്. പ്രഭാഷകൻ 37:26 അവന്റെ നാമം അനശ്വരമാകുമെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് എ വിവേകിയെക്കുറിച്ച്, ബി ജ്ഞാനിയെക്കുറിച്ച്, സി നിയമങ്ങൾ പാലിക്കുന്നവനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനിയെക്കുറിച്ച്. അവന്റെ നാമം അനശ്വരമാകുമെന്ന് ജ്ഞാനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ ആത്മശോധന നടത്തുക എന്നാണ് പ്രഭാഷകൻ 37:27 ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ് എ ജീവിതകാലത്ത്, ബി ജീവിച്ചിരിക്കുമ്പോൾ, സി എല്ലായ്പ്പോഴും. ഉത്തരം ഓപ്ഷൻ ബി ജീവിച്ചിരിക്കുമ്പോൾ. ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. മകനെ നീ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ 37:27 പറയുന്നത്? ഓപ്ഷൻസ് എ ഹാനികരമായത്, ബി പാപം, സി സ്നേഹിതനെ മറക്കരുത്. ഉത്തരം ഓപ്ഷൻ എ ഹാനികരമായത്. മകനെ നീ ഹാനികരമായത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എന്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശം അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ് എ വിജയത്തിൽ, ബി ആഡംബരത്തിൽ, സി. ഉത്തരം ഓപ്ഷൻ ബി ആഡംബരത്തിൽ. ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശമരുത്. രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻസ് എ അമിത ഭോജനം, ബി അമിത ഭക്ഷണം, സി അമിതാഹാരം. ഉത്തരം ഓപ്ഷൻ സി അമിതാഹാരം. രോഗത്തിന് കാരണമാകുന്നത് അമിതാഹാരമാണ്. അമിത ഭോജനത്തിന്റെ ഫലം എന്താണ്? ഓപ്ഷൻസ് എ ദഹനക്ഷയം, ബി രോഗം, സി ദഹനക്ഷയവും രോഗവും. ഉത്തരം ഓപ്ഷൻ എ ദഹനക്ഷയം. അമിത ഭോജനത്തിന്റെ ഫലം ദഹനക്ഷയമാണ്. അമിതാഹാരത്തിന്റെ ഫലം എന്താണ്? ഓപ്ഷൻസ് എ ദഹനക്ഷയം, ബി രോഗം, സി രോഗവും ദഹനക്ഷയവും. ഉത്തരം ഓപ്ഷൻ ബി രോഗം. അമിതാഹാരത്തിന്റെ ഫലം രോഗമാണ്. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻസ് എ ദഹനക്ഷയം, ബി അമിത ഭോജനം, സി അമിതാഹാരം. ഉത്തരം ഓപ്ഷൻ ബി അമിത ഭോജനം. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അമിത ഭോജനം എന്തിനിടയാക്കിയിട്ടുണ്ട്?
ഓപ്ഷൻസ് എ അനേകരുടെ മരണത്തിന്, ബി ദഹനക്ഷയത്തിനും അനേകരുടെ മരണത്തിനും, സി രോഗത്തിന്. ഉത്തരം ഓപ്ഷൻ എ അനേകരുടെ മരണത്തിന്. പ്രഭാഷകൻ 37-31 പ്രകാരം ആർക്കാണ് ദീർഘായുസ് ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് എ ദൈവഭക്തന്, ബി നിയമങ്ങൾ പാലിക്കുന്നവന്, സി അമിതഭോജനം നിയന്ത്രിക്കുന്നവന്. ഉത്തരം ഓപ്ഷൻ സി അമിതഭോജനം നിയന്ത്രിക്കുന്നവന്. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും. പ്രഭാഷകൻ 37-31 പ്രകാരം അമിതഭോജനം നിയന്ത്രിക്കുന്നവന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് എ ദീർഘായുസ് ഉണ്ടാകും, ബി ആരോഗ്യമുണ്ടാകും, സി ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകും. ഉത്തരം ഓപ്ഷൻ എ ദീർഘായുസ് ഉണ്ടാവും. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാവും. പ്രഭാഷകൻ 37-28 എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് എ എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല, ബി അമിതഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്, സി ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം കാണിക്കരുത്. ഉത്തരം ഓപ്ഷൻ എ എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. പ്രഭാഷകൻ 37-28. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. പ്രഭാഷകന്റെ ഗ്രന്ഥം 37-ാം അധ്യായത്തിൽ നിന്നുമുള്ള അവസാനത്തെ ചോദ്യം. പ്രഭാഷകന്റെ ഗ്രന്ഥം 37-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത്? ഓപ്ഷൻസ് എ 35, ബി 31, സി 33. ഉത്തരം ഓപ്ഷൻ ബി 31. പ്രഭാഷകൻ അധ്യായം 38. നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്ന് പ്രഭാഷകൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ് എ പ്രവാചകന്മാരെ കുറിച്ച്, ബി വൈദ്യനെ കുറിച്ച്, സി രാജാവിനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി വൈദ്യനെ കുറിച്ച്. വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത്? ഓപ്ഷൻസ് എ ദൈവത്തിൽ നിന്ന്, ബി അത്യുന്നതങ്ങളിൽ നിന്ന്, സി അത്യുന്നതനിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതനിൽ നിന്ന്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നാണ് വരുന്നത്. ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത്? ഓപ്ഷൻസ് എ കർത്താവ്, ബി രാജാവ്, സി അത്യുന്നതൻ. ഉത്തരം ഓപ്ഷൻ ബി രാജാവ്. വൈദ്യനെ സമ്മാനിക്കുന്നത് രാജാവാണ്. രാജാവ് ആരെയാണ് സമ്മാനിക്കുന്നത്? ഓപ്ഷൻസ് എ പണ്ഡിതനെ, ബി വൈദ്യനെ, സി കരവേല വിദഗ്ധനെ. ഉത്തരം ഓപ്ഷൻ ബി വൈദ്യനെ. രാജാവ് വൈദ്യനെയാണ് സമ്മാനിക്കുന്നത്. വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ഔഷധം പ്രയോഗിക്കാനുള്ള അവന്റെ കഴിവ്, ബി ഔഷധം പ്രയോഗിക്കാനുള്ള അവന്റെ അറിവ്, സി അവന്റെ വൈഭവം. ഉത്തരം ഓപ്ഷൻ സി അവന്റെ വൈഭവം. വൈദ്യനെ ഉന്നതനാക്കുന്നത് അവന്റെ വൈഭവമാണ്. ആരാണ് വൈദ്യനെ പ്രശംസിക്കുന്നത്? ഓപ്ഷൻസ് എ രാജാവ്, ബി മഹാന്മാർ, സി മനുഷ്യർ. ഉത്തരം ഓപ്ഷൻ ബി മഹാന്മാർ. വൈദ്യനെ പ്രശംസിക്കുന്നത് മഹാന്മാരാണ്. ബുദ്ധിയുള്ളവൻ എന്തിനെ അവഗണിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ് എ കൽപ്പനകളെ, ബി ഔഷധങ്ങളെ, സി നിയമത്തെ. ഉത്തരം ഓപ്ഷൻ ബി ഔഷധങ്ങളെ. ബുദ്ധിയുള്ളവൻ ഔഷധങ്ങളെ അവഗണിക്കുകയില്ല. കർത്താവ് തന്റെ ശക്തി എങ്ങനെ വെളിപ്പെടുത്തിയില്ലേ എന്നാണ് പ്രഭാഷകൻ 38:5 ചോദിക്കുന്നത്? ഓപ്ഷൻസ് എ വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച്, ബി വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് ശുദ്ധീകരിച്ച്, സി അവിടുന്ന് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ച്. ഉത്തരം ഓപ്ഷൻ എ വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച്. വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തി. മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് എന്താണ് നൽകിയത്? ഓപ്ഷൻസ് എ വൈഭവം, ബി സിദ്ധികൾ, സി അറിവ്. ഉത്തരം ഓപ്ഷൻ ബി സിദ്ധികൾ. മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികളാണ് നൽകിയത്. അവിടുന്ന് മനുഷ്യർക്ക് എന്തിനാണ് സിദ്ധികൾ നൽകിയത്? ഓപ്ഷൻസ് എ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്, ബി കർത്താവിന്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന്, സി അവിടുത്തെ വഴികളിൽ നടക്കേണ്ടതിന്. ഉത്തരം ഓപ്ഷൻ എ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. ഏതു മുഖേനയാണ് മനുഷ്യൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ഔഷധത്തിലൂടെ, ബി സിദ്ധികളിലൂടെ, സി വൈഭവത്തിലൂടെ. ഉത്തരം ഓപ്ഷൻ ബി സിദ്ധികളിലൂടെ. സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ വൈദ്യൻ, ബി മനുഷ്യൻ, സി ഔഷധ നിർമ്മാതാവ്. ഉത്തരം ഓപ്ഷൻ സി ഔഷധ നിർമ്മാതാവ്. സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നത് ഔഷധ നിർമ്മാതാവാണ്.
ഔഷധ നിർമ്മാതാവ് സിദ്ധികൾ ഉപയോഗിച്ച് എന്താണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻസ്: എ ഔഷധം, ബി ലേപനം, സി മിശ്രിതം. ഉത്തരം ഓപ്ഷൻ സി മിശ്രിതം. ഔഷധ നിർമ്മാതാവ് സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. ഭൂമുഖത്ത് ആരാണ് ആരോഗ്യം വ്യാപിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: എ ഔഷധ നിർമ്മാതാവ്, ബി കർത്താവ്, സി വൈദ്യൻ. ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. രോഗം വരുമ്പോൾ ആരാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: എ ഔഷധ നിർമ്മാതാവ്, ബി വൈദ്യൻ, സി കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി കർത്താവ്. രോഗം വരുമ്പോൾ കർത്താവാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. രോഗം വരുമ്പോൾ എപ്രകാരമാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്? ഓപ്ഷൻസ്: എ ഉദാസീനനാകാതെ, ബി നിരന്തരം, സി പ്രത്യാശയോടെ. ഉത്തരം ഓപ്ഷൻ എ ഉദാസീനനാകാതെ. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക എന്ന് പ്രഭാഷകൻ 38:10 പറഞ്ഞതിന് ശേഷം ഏത് ബലിയെക്കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ പരാമർശിക്കുന്നത്? ഓപ്ഷൻസ്: എ സുരഭില ബലി, ബി കൃതജ്ഞതാ ബലി, സി പാപപരിഹാര ബലി. ഉത്തരം ഓപ്ഷൻ എ സുരഭില ബലി. പ്രഭാഷകൻ 38:11 സുരഭില ബലിയെക്കുറിച്ചാണ് പറയുന്നത്. സുരഭില ബലിയോടൊപ്പം സ്മരണാംശമായി എന്താണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻസ്: എ എണ്ണ, ബി ആദ്യഫലം, സി നേർത്ത മാവ്. ഉത്തരം ഓപ്ഷൻ സി നേർത്ത മാവ്. സുരഭില ബലിയോടൊപ്പം നേർത്ത മാവാണ് സമർപ്പിക്കേണ്ടത്. സ്മരണാംശമായി സുരഭില ബലിയോടൊപ്പം നേർത്ത മാവാണ് സമർപ്പിക്കേണ്ടത്. കാഴ്ചവസ്തുക്കളിൽ എപ്രകാരമാണ് എണ്ണ പകരേണ്ടത്? ഓപ്ഷൻസ്: എ സ്മരണാംശമായി, ബി കഴിവിനൊത്ത്, സി കൃതജ്ഞതാപൂർവം. ഉത്തരം ഓപ്ഷൻ ബി കഴിവിനൊത്ത്. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്താണ് എണ്ണ പകരേണ്ടത്. എന്തുകൊണ്ടാണ് വൈദ്യനെ ഉപേക്ഷിക്കരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ അവന് കർത്താവാണ് സിദ്ധികൾ നൽകിയത്, ബി അവന് കർത്താവാണ് രോഗം സുഖപ്പെടുത്തുവാനുള്ള അവകാശം നൽകിയത്, സി അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. ഉത്തരം ഓപ്ഷൻ സി അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ആർക്കാണ്? ഓപ്ഷൻസ്: എ കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്, ബി കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കാത്തവന്, സി സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. ഉത്തരം ഓപ്ഷൻ സി സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. എന്തിൽ ഉദാസീനത കാണിക്കരുതെന്നാണ് പ്രഭാഷകൻ 38:16 പറയുന്നത്? ഓപ്ഷൻസ്: എ മരിച്ചവനെ ഓർത്ത് കരയുന്നതിൽ, ബി മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ, സി മരിച്ചവനെ ഓർത്ത് കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുന്നതിൽ. ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ. മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ ഉദാസീനത കാണിക്കരുത്. അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ്. ചോദ്യം: നിന്റെ കരച്ചിൽ ഡാഷ് വിലാപം ഡാഷ് ആയിരിക്കട്ടെ. ഓപ്ഷൻസ്: തീഷ്ണതയുള്ളതും വേദനാപൂർണവും, ബി വേദനാപൂർണവും തീഷ്ണതയുള്ളതും, സി കഠിനവും തീഷ്ണതയുള്ളതും. ഉത്തരം ഓപ്ഷൻ ബി വേദനാപൂർണവും തീഷ്ണതയുള്ളതും. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. എന്തുകൊണ്ടാണ് യോഗ്യതയ്ക്കനുസൃതം 1-2 ദിവസം മരിച്ചവനെ ഓർത്ത് ദുഃഖം ആചരിക്കുക എന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ മരിച്ചവനോടുള്ള ആദരവ് കാണിക്കുവാൻ, ബി ആരും ആക്ഷേപിക്കാതിരിക്കാൻ, സി നിന്റെ വിലാപത്തിന് അവൻ യോഗ്യനായതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി ആരും ആക്ഷേപിക്കാതിരിക്കാൻ. മരണത്തിൽ കലാശിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ഹൃദയവേദന, ബി ദുഃഖം, സി അപമാനം. ഉത്തരം ഓപ്ഷൻ ബി ദുഃഖം. മരണത്തിൽ കലാശിക്കുന്നത് ദുഃഖമാണ്. ശക്തി കെടുത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ഹൃദയവേദന, ബി ദുഃഖം, സി വിലാപം. ഉത്തരം ഓപ്ഷൻ എ ഹൃദയവേദന. ശക്തി കെടുത്തുന്നത് ഹൃദയവേദനയാണ്. വിനാശത്തിൽ ശമിക്കുകയില്ലാത്തത് എന്താണ്? ഓപ്ഷൻസ്: എ വിലാപം, ബി ഹൃദയവേദന, സി ദുഃഖം. ഉത്തരം ഓപ്ഷൻ സി ദുഃഖം. ദുഃഖം വിനാശത്തിൽ ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം എപ്രകാരമുള്ളതാണ്? ഓപ്ഷൻസ്: എ ദുഃഖം നിറഞ്ഞതാണ്, ബി അപമാനം നിറഞ്ഞതാണ്, സി ഹൃദയഭാരം നിറഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ സി ഹൃദയഭാരം നിറഞ്ഞതാണ്. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. പ്രഭാഷകൻ 38:19. ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത്?
ഓപ്ഷൻസ് എ അപമാനിക്കപ്പെട്ടവന്റെ, ബി ദരിദ്രന്റെ, സി ദുഃഖിതന്റെ. ഉത്തരം ഓപ്ഷൻ ബി ദരിദ്രന്റെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത്. പ്രഭാഷകൻ 38:19. പ്രഭാഷകൻ 38:20 പ്രകാരം ജീവിതാന്തം ഓർത്ത് അകറ്റിക്കളയേണ്ടത് എന്തിനെയാണ്? ഓപ്ഷൻസ് എ ഹൃദയവേദന, ബി ദുഃഖം, സി ദാരിദ്ര്യം. ഉത്തരം ഓപ്ഷൻ ബി ദുഃഖം. ജീവിതാന്തം ഓർത്ത് ദുഃഖത്തെ അകറ്റിക്കളയുക. ആർക്കാണ് നീ ഒരു നന്മയും ചെയ്യുന്നില്ലാത്തത്? ഓപ്ഷൻസ് എ ദുഃഖിതന്, ബി മരിച്ചവർക്ക്, സി ദരിദ്രർക്ക്. ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. പ്രഭാഷകൻ 38:21. മരിച്ചവനെ കുറിച്ചുള്ള സ്മരണ എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്? ഓപ്ഷൻസ് എ അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ, ബി മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ, സി മരിച്ചവനെ സംസ്കരിച്ചു കഴിയുമ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ. പ്രഭാഷകന്റെ ഗ്രന്ഥം 38-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്താണ്? ഓപ്ഷൻസ് എ മരിച്ചവരെ ഓർത്ത് വിലാപം, ബി വൈദ്യനും രോഗശാന്തിയും, സി ജോലിയും ജ്ഞാനവും. ഉത്തരം ഓപ്ഷൻ സി ജോലിയും ജ്ഞാനവും. പ്രഭാഷകന്റെ ഗ്രന്ഥം 38-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം ജോലിയും ജ്ഞാനവുമാണ്. പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻസ് എ അറിവിനെ, ബി വിശ്രമത്തെ, സി ജ്ഞാനത്തെ. ഉത്തരം ഓപ്ഷൻ ബി വിശ്രമത്തെ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 38:24. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. എപ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത്? ഓപ്ഷൻസ് എ വിശ്രമിക്കുമ്പോൾ, ബി വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ, സി പരിശ്രമിക്കുമ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ. ഉഴവുചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ് എ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ, ബി കർഷകൻ, സി കലപ്പ പിടിക്കുന്നവൻ. ഓപ്ഷൻ എ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും മനസ്സിരുത്തുന്നത് ആരാണ്? ഓപ്ഷൻസ് എ കരവേല വിദഗ്ധർ, ബി കൊത്തുപണിക്കാർ, സി കരവേല വിദഗ്ധരും കൊത്തുപണിക്കാരും. ഉത്തരം ഓപ്ഷൻ സി കരവേല വിദഗ്ധരും കൊത്തുപണിക്കാരും. കരവേല വിദഗ്ധരും കൊത്തുപണിക്കാരും. പ്രഭാഷകൻ 38:27. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് ആരുടെ മാംസമാണ് ഉരുക്കിക്കളയുന്നത്? ഓപ്ഷൻസ് എ ഇരുമ്പ് പണിക്കാരന്റെ, ബി ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരന്റെ, സി കരവേല വിദഗ്ധന്റെ. ഉത്തരം ഓപ്ഷൻ ബി ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരന്റെ. സർവ്വത കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവൻ, ബി കരവേല വിദഗ്ധൻ, സി ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരൻ. ഉത്തരം ഓപ്ഷൻ എ കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവൻ. സർവ്വത കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവനാണ്. ആരുടെ പ്രയത്നമാണ് എണ്ണം നോക്കി നിർണയിക്കുന്നത്? ഓപ്ഷൻസ് എ കരവേല വിദഗ്ധന്റെ, ബി ഇരുമ്പ് പണിക്കാരന്റെ, സി കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവന്റെ. ഉത്തരം ഓപ്ഷൻ സി കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവന്റെ. കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ കരവേല വിദഗ്ധൻ, ബി കുശവൻ. ഉത്തരം ഓപ്ഷൻ ബി കുശവൻ. കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് കുശവനാണ്. തീച്ചൂള വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ കുശവൻ, ബി ഇരുമ്പ് പണിക്കാരൻ, സി കരവേല വിദഗ്ധൻ. ഉത്തരം ഓപ്ഷൻ എ കുശവൻ. തീച്ചൂള വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് കുശവനാണ്. കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നവർ ആരെല്ലാമാണ്? ഓപ്ഷൻസ് എ കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, ബി കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ, സി കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. ഉത്തരം ഓപ്ഷൻ ബി കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. ഇവരെല്ലാവരുമാണ് കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നവർ. ആരെ കൂടാതെ നഗരം പണിയാനാവില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ് എ കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, ബി കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ, സി കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ.
ഉത്തരം ഓപ്ഷൻ ബി കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. ആർക്കാണ് അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ. ബി കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. സി കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. ഉത്തരം ഓപ്ഷൻ ബി കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ. എന്തിനെ കുറിച്ചാണ് ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നവരുടെ പ്രാർത്ഥന? ഓപ്ഷൻസ്: എ തങ്ങളുടെ തൊഴിലിനെ കുറിച്ച്, ബി തങ്ങളുടെ കരവിരുതിനെ കുറിച്ച്, സി തങ്ങളുടെ വൈഭവത്തെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ എ തങ്ങളുടെ തൊഴിലിനെ കുറിച്ച്. ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നവരുടെ പ്രാർത്ഥന തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ്. അടുത്ത ചോദ്യത്തിന് ഓപ്ഷൻ ഇല്ല, ഉത്തരം നേരിട്ടാണ്. ചോദ്യം ഇതാണ്: ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നത് ആരാണ്? ഉത്തരം: കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവർ, കരവേല വിദഗ്ധൻ, കൊത്തുപണിക്കാരൻ, ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർ. ഇവരാണ് ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നത്. അടുത്ത ചോദ്യം: വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. പ്രഭാഷകൻ 38:1 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? ഉത്തരം: പ്രഭാഷകൻ 38:12. പ്രഭാഷകൻ 38:12 വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക, കർത്താവാണ് അവനെ നിയോഗിച്ചത്, അവനെ ഉപേക്ഷിക്കരുത്, അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ 38:1 38:12 സമാന വാക്യങ്ങൾ. പ്രഭാഷകന്റെ ഗ്രന്ഥം 38-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത്? ഓപ്ഷൻസ്: എ 33, ബി 34, സി 35. ഉത്തരം ഓപ്ഷൻ ബി 34. പ്രഭാഷകൻ അധ്യായം 39. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ നിയമപണ്ഡിതൻ, ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, സി മഹാന്മാർ. ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ വാക്കുകളാണ് വിലമതിക്കുന്നത്? ഓപ്ഷൻസ്: എ ഉന്നതരുടെ, ബി മഹാന്മാരുടെ, സി വിശ്രുതരുടെ. ഉത്തരം ഓപ്ഷൻ സി വിശ്രുതരുടെ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ വിശ്രുതരുടെ വാക്കുകളാണ് വിലമതിക്കുന്നത്. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഉപമകളെ എന്ത് ചെയ്യും? ഓപ്ഷൻസ്: എ ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. ബി ഉപമകളുടെ അന്തരാർത്ഥം തേടും. സി ഉപമകളെ വിലമതിക്കും. ഉത്തരം ഓപ്ഷൻ എ ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിന്റെ അന്തരാർത്ഥമാണ് തേടുന്നത്? ഓപ്ഷൻസ്: എ ഉപമകളുടെ, ബി ആപ്തവാക്യങ്ങളുടെ, സി പ്രവചനങ്ങളുടെ. ഉത്തരം ഓപ്ഷൻ ബി ആപ്തവാക്യങ്ങളുടെ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥമാണ് തേടുന്നത്. പ്രഭാഷകൻ 39:4 അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവനെ പറ്റി പറയുന്ന 4 കാര്യങ്ങളിൽ മൂന്നാമതായി പറയുന്ന കാര്യം ഏതാണ്? ഓപ്ഷൻസ്: എ അവൻ മഹാന്മാരെ സേവിക്കുന്നു, ബി ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്, സി വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. ഉത്തരം ഓപ്ഷൻ സി വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവനെ പറ്റി പറയുന്ന 4 കാര്യങ്ങളിൽ മൂന്നാമതായി പറയുന്ന കാര്യം ഇതാണ്: വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ അത്യുന്നതൻ, ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, സി നിയമപണ്ഡിതൻ. ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയുന്നത് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനാണ്. പാപമോചനത്തിനായി യാചിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നവൻ, ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ, സി അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ പാപമോചനത്തിനായി യാചിക്കുന്നു.
ആര് കനിഞ്ഞാലാണ് ജ്ഞാനത്തിന്റെ ചൈതന്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയുന്നത്? ഓപ്ഷൻസ്: എ സർവശക്തനായ കർത്താവ്, ബി അത്യുന്നതൻ, സി കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ സർവശക്തനായ കർത്താവ്. സർവശക്തനായ കർത്താവ് കനിഞ്ഞാലാണ് ജ്ഞാനത്തിന്റെ ചൈതന്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയുന്നത്. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ എന്താണ് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയുന്നത്? ഓപ്ഷൻസ്: എ കർത്താവിന്റെ ആത്മാവ്, ബി ജ്ഞാനത്തിന്റെ ചൈതന്യം, സി ജ്ഞാനത്തിന്റെ ആത്മാവ്. ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനത്തിന്റെ ചൈതന്യം. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനിൽ നിറയും. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ എപ്രകാരമാണ് കർത്താവിന് നന്ദി പറയുന്നത്? ഓപ്ഷൻസ്: എ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം, ബി സർവശക്തന്റെ മുൻപിൽ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ്, സി പ്രാർത്ഥനാപൂർവം. ഉത്തരം ഓപ്ഷൻ എ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവൻ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവമാണ് കർത്താവിന് നന്ദി പറയുന്നത്. ആരുടെ ചിന്തയും അറിവുമാണ് നേരായ മാർഗത്തിലേക്ക് തിരിയുന്നത്? ഓപ്ഷൻസ്: എ അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവന്റെ, ബി അനുഭവജ്ഞാനമുള്ളവന്റെ, സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ. ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതാരാണ്? ഓപ്ഷൻസ്: എ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, ബി ചിന്തയും അറിവും നേരായ മാർഗത്തിലായിരിക്കുന്നവൻ, സി അനുഭവ സമ്പന്നൻ. ഉത്തരം ഓപ്ഷൻ എ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു. പ്രഭാഷകൻ 39:8 പ്രകാരം പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നതാരാണ്? ഓപ്ഷൻസ്: എ അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവൻ, ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ, സി ചിന്തയും അറിവും നേരായ മാർഗത്തിലായിരിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന് പ്രഭാഷകൻ 39:9 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: എ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ചുള്ള സ്മരണ, ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ ജ്ഞാനം, സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ നാമം. ഉത്തരം ഓപ്ഷൻ ബി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ ജ്ഞാനം. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും, അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും എന്ന് പ്രഭാഷകൻ 39:9 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: എ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച്, ബി ചിന്തയും അറിവും നേരായ മാർഗത്തിലായിരിക്കുന്നവനെ കുറിച്ച്, സി അനുഭവ സമ്പന്നനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ എ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച്. ആരാണ് അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ഓപ്ഷൻസ്: എ സമൂഹം, ബി ജനതകൾ, സി പണ്ഡിതർ. ഉത്തരം ഓപ്ഷൻ ബി ജനതകൾ. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ചാണ്. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുമ്പോൾ സമൂഹം എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ 39:10 പറയുന്നത്? ഓപ്ഷൻസ്: എ അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും, ബി അവന്റെ ജ്ഞാനത്തിൽ ആശ്ചര്യപ്പെടും, സി അവന്റെ ജ്ഞാനത്തെ വാഴ്ത്തും. ഉത്തരം ഓപ്ഷൻ എ അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവശേഷിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ അനുഭവ സമ്പന്നൻ, ബി യാത്ര ചെയ്യുന്നവൻ, സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ദീർഘകാലം ജീവിച്ചിരുന്നാൽ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അവശേഷിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം, ബി 10,000-ങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം, സി നിത്യമഹത്വം. ഉത്തരം ഓപ്ഷൻ എ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം.
ദീർഘകാലം ജീവിച്ചിരുന്നാൽ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവശേഷിപ്പിക്കും. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ച് പറയുന്ന ശീർഷകം ഏതാണ്? ഓപ്ഷൻസ്: എ. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി. ബി. നിയമപണ്ഡിതൻ. സി. യഥാർത്ഥ ജ്ഞാനി. ഉത്തരം ഓപ്ഷൻ ബി, നിയമപണ്ഡിതൻ. നിയമപണ്ഡിതൻ എന്ന ശീർഷകത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപണ്ഡിതൻ എന്ന ശീർഷകത്തിന് ശേഷം വരുന്ന ശീർഷകം ഏതാണ്? ഓപ്ഷൻസ്: എ. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി. ബി. മനുഷ്യന്റെ ദയനീയ അവസ്ഥ. സി. യഥാർത്ഥ ജ്ഞാനി. ഉത്തരം ഓപ്ഷൻ എ, സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി. തനിക്ക് ഇനിയും എന്ത് പറയാനുണ്ടെന്നാണ് പ്രഭാഷകൻ 39:12 പറയുന്നത്? ഓപ്ഷൻസ്: എ. സുചിന്തിതമായ കാര്യങ്ങൾ. ബി. വളരെയേറെ കാര്യങ്ങൾ. സി. കർത്താവിന്റെ കരുണയെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, സുചിന്തിതമായ കാര്യങ്ങൾ. പ്രഭാഷകൻ ആരെ പോലെ പൂരിതനാണ്? ഓപ്ഷൻസ്: എ. പൂർണ്ണചന്ദ്രനെ പോലെ. ബി. വിജ്ഞാനിയെ പോലെ. സി. യാത്ര ചെയ്യുന്നവനെ പോലെ. ഉത്തരം ഓപ്ഷൻ എ, പൂർണ്ണചന്ദ്രനെ പോലെ. പ്രഭാഷകൻ പൂർണ്ണചന്ദ്രനെ പോലെ പൂരിതനാണ്. പ്രഭാഷകൻ 39:13 ആരോടാണ് സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: എ. വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. ബി. പുത്രന്മാരോട്. സി. തന്റെ വാക്ക് ശ്രവിക്കുന്നവരോട്. ഉത്തരം ഓപ്ഷൻ എ, വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ എന്ന് ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ. വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. ബി. പുത്രന്മാരോട്. സി. തന്റെ വാക്ക് ശ്രവിക്കുന്നവരോട്. ഉത്തരം ഓപ്ഷൻ എ, വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. എന്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ എന്ന് വിശ്വസ്തന്മാരായ പുത്രന്മാരോടാണ് പ്രഭാഷകൻ പറയുന്നത്. കുന്തുരുക്കം പോലെ സൗരഭം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ എന്ന് ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ. വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. ബി. ദൈവത്തെ അന്വേഷിക്കുന്നവരോട്. സി. തന്റെ വാക്ക് ശ്രവിക്കുന്നവരോട്. ഉത്തരം ഓപ്ഷൻ എ, വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യേണ്ടതാരാണ്? ഓപ്ഷൻസ്: എ. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ബി. വിശ്വസ്തന്മാരായ പുത്രന്മാർ. സി. അത്യുന്നതന്റെ പുത്രന്മാർ. ഉത്തരം ഓപ്ഷൻ ബി, വിശ്വസ്തരായ പുത്രന്മാർ. കർത്താവിനെ എങ്ങനെ വാഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ 39:14 പറയുന്നത്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം. ബി. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. സി. പൂർണ്ണ ഹൃദയത്തോടെ. ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത് എപ്രകാരമാണ്? ഓപ്ഷൻസ്: എ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. ബി. പൂർണ്ണ ഹൃദയത്തോടെ. സി. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം. ഉത്തരം ഓപ്ഷൻ എ, സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ. എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. ബി. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും നിർവഹിക്കപ്പെടും. സി. എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ സി, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. അത്യുത്തമമായിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ പ്രവൃത്തി. ബി. ദൈവഭക്തിയും ദാനധർമ്മവും. സി. കർത്താവ് കൽപ്പിക്കുന്നതൊക്കെയും. ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ പ്രവൃത്തി. കർത്താവിന്റെ പ്രവൃത്തി അത്യുത്തമമാണ്. അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ പ്രവൃത്തി. ബി. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും. സി. കർത്താവിന്റെ നിയമങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ. യഥാകാലം എല്ലാം വെളിവാകുന്നതിനാൽ. ബി. എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയായതിനാൽ. സി. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നതിനാൽ.
ഉത്തരം ഓപ്ഷൻ എ യഥാകാലം എല്ലാം വെളിവാകുന്നതിനാൽ. ജലം കുന്നുകൂടിയത് എപ്പോഴാണ്? ഓപ്ഷൻസ് എ അവിടുന്ന് അരുളി ചെയ്തപ്പോൾ, ബി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ, സി അവിടുത്തെ വചനം ശ്രവിച്ചപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ അവിടുന്ന് അരുളി ചെയ്തപ്പോൾ. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായത് എന്താണെന്നാണ് പ്രഭാഷകൻ 39:17 പറയുന്നത്? ഓപ്ഷൻസ് എ ജലം, ബി ജലാശയങ്ങൾ, സി സൃഷ്ടികൾ. ഉത്തരം ഓപ്ഷൻ ബി ജലാശയങ്ങൾ. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. പ്രഭാഷകൻ 39:18 അനുസരിച്ച് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസ് എ അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിറവേറുന്നു, ബി അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു, സി അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. പ്രഭാഷകൻ 39:18 പ്രകാരം പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. ഓപ്ഷൻസ് എ ഇഷ്ടത്തെ, ബി രക്ഷാകര ശക്തിയെ, സി കാരുണ്യത്തെ. ഉത്തരം ഓപ്ഷൻ ബി രക്ഷാകര ശക്തിയെ. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. പ്രഭാഷകൻ 39:21 പ്രകാരം ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് എ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്, ബി അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നത് കൊണ്ട്, സി യഥാകാലം എല്ലാം വെളിവാകുന്നത് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. പ്രഭാഷകൻ 39:23 പ്രകാരം എങ്ങനെയാണ് ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകുന്നത്? ഓപ്ഷൻസ് എ മരണദിനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവും അവരുടെ ഹൃദയത്തിൽ നിറച്ച്, ബി ദുസ്വപ്നങ്ങളാൽ, സി അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. ഉത്തരം ഓപ്ഷൻ സി അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. അവിടുത്തെ അനുഗ്രഹം എങ്ങനെയാണ് വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത്? ഓപ്ഷൻസ് എ വെള്ളപ്പൊക്കം പോലെ, ബി പേമാരി പോലെ, സി നദി എന്ന പോലെ. ഉത്തരം ഓപ്ഷൻ സി നദി എന്ന പോലെ. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ എന്തിനെയാണ് ആവരണം ചെയ്യുന്നത്? ഓപ്ഷൻസ് എ വരണ്ട ഭൂമിയെ, ബി ഭൂമിയെ, സി ഭൂതലത്തെ. ഓപ്ഷൻ എ വരണ്ട ഭൂമിയെ. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ വരണ്ട ഭൂമിയെ കുതിർക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ അവിടുത്തെ കാരുണ്യം, ബി അവിടുത്തെ അനുഗ്രഹം, സി അവിടുത്തെ കരുണ. ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ അനുഗ്രഹം. ആർക്കാണ് അവിടുത്തെ മാർഗം ഋജുവായിരിക്കുന്നത്? ഓപ്ഷൻസ് എ ദുഷ്ടർക്ക്, ബി വിശുദ്ധർക്ക്, സി നീതിമാന്. ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധർക്ക്. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ആർക്കാണ് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത്? ഓപ്ഷൻസ് എ നിയമനിഷേധകന്, ബി ദുഷ്ടർക്ക്, സി ഭോഷർക്ക്. ഉത്തരം ഓപ്ഷൻ ബി ദുഷ്ടർക്ക്. ദുഷ്ടർക്ക് അവിടുത്തെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ആർക്കു വേണ്ടി എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു? ഓപ്ഷൻസ് എ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു, ബി ശിഷ്ടർക്ക് വേണ്ടി അനാദിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു, സി അത്യുന്നതനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി അനാദിയിലെ സൃഷ്ടിക്കപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ എ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. പ്രഭാഷകൻ 39:26 അനുസരിച്ച് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ ജലം, അഗ്നി, ഇരുമ്പ്, ബി ഉപ്പ്, ഗോതമ്പ്, പാല്, സി ധാന്യങ്ങൾ, വായു, പാർപ്പിടം. ഉത്തരം ഓപ്ഷൻ സി ധാന്യങ്ങൾ, വായു, പാർപ്പിടം. പ്രഭാഷകൻ 39:26 അനുസരിച്ച് മനുഷ്യർക്ക് ജീവിതത്തിൽ എത്ര പ്രാഥമിക ആവശ്യങ്ങളാണുള്ളത്? ഓപ്ഷൻസ് എ 10,
ബി 9, സി 8. ഉത്തരം ഓപ്ഷൻ എ 10. ദൈവഭക്തർക്ക് നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ കൽപ്പനകൾ, ബി നിയമങ്ങൾ, സി ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എ സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും, ബി അവ ശക്തി മുഴുവൻ ചൊരിയും, സി ശക്തി മുഴുവൻ ചെരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. ഉത്തരം ഓപ്ഷൻ സി ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ സംഹാര മുഹൂർത്തത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ, ബി മഹാമാരി, സി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. ഉത്തരം ഓപ്ഷൻ സി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. പ്രഭാഷകൻ 39:29 പ്രകാരം എന്തൊക്കെയാണ് പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ? ഓപ്ഷൻസ് എ അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി, ബി കാറ്റ്, കന്മഴ, ക്ഷാമം, മഹാമാരി, സി കാറ്റ്, കന്മഴ, ക്ഷാമം, അഗ്നി, മഹാമാരി. ഉത്തരം ഓപ്ഷൻ എ അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി. ഹിംസ്ര ജന്തുക്കളുടെ ദ്രംഷ്ടകളും തേളുകളും അണലികളും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്? ഓപ്ഷൻസ് എ പ്രതികാരത്തിനു വേണ്ടി, ബി ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കുവാൻ വേണ്ടി, സി ദുഷ്ടരെ ശിക്ഷിക്കുന്നതിനു വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ പ്രതികാരത്തിനു വേണ്ടി. ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? ഓപ്ഷൻസ് എ ഹിംസ്ര ജന്തുക്കളുടെ ദ്രംഷ്ടകൾ, ബി തേളുകൾ, സി വാൾ. ഉത്തരം ഓപ്ഷൻ സി വാൾ. ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ടത് വാളാണ്. അവിടുത്തെ കൽപ്പനയിൽ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും സമയം വരുമ്പോൾ അവിടുത്തെ വാക്ക് ലംഘിക്കുകയും ചെയ്യുകയില്ലാത്തത് എന്താണ്? ഓപ്ഷൻസ് എ ഹിംസ്ര ജന്തുക്കൾ, ബി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ, സി കാറ്റുകൾ. ഉത്തരം ഓപ്ഷൻ ബി പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ. ആരുടെ പ്രവൃത്തികളാണ് ഉത്തമം? ഓപ്ഷൻസ് എ കർത്താവിൻ്റെ, ബി ദൈവഭക്തന്റെ, സി അത്യുന്നതന്റെ. ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെ. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. ആരാണ് യഥാസമയം ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? ഓപ്ഷൻസ് എ കർത്താവ്, ബി അത്യുന്നതൻ, സി ദൈവം. ഉത്തരം ഓപ്ഷൻ എ കർത്താവ്. കർത്താവ് എപ്പോഴാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? ഓപ്ഷൻസ് എ തക്ക സമയത്ത്, ബി അവിടുന്ന് സംപ്രീതനാകുമ്പോൾ, സി യഥാസമയം. ഉത്തരം ഓപ്ഷൻ സി യഥാസമയം. കർത്താവ് യഥാസമയം ആവശ്യങ്ങൾ നിറവേറ്റും. ഓരോന്നും നന്മയായി തെളിയുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ് എ യഥാസമയം, ബി യഥാകാലം, സി സ്വീകാര്യ സമയത്ത്. ഉത്തരം ഓപ്ഷൻ ബി യഥാകാലം. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. എപ്രകാരമാണ് കർത്താവിന്റെ നാമം വാഴ്ത്തേണ്ടത്? ഓപ്ഷൻസ് എ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച്, ബി സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ, സി സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ ഉച്ചത്തിൽ സ്തുതിച്ച്. ഉത്തരം ഓപ്ഷൻ എ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച്. പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തണം. പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് ആരുടെ നാമമാണ് വാഴ്ത്തേണ്ടത്? ഓപ്ഷൻസ് എ അത്യുന്നതന്റെ, ബി ദൈവമായ കർത്താവിന്റെ, സി കർത്താവിന്റെ. ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് എത്ര പ്രാവശ്യം 39-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്? ഓപ്ഷൻസ് എ 3 പ്രാവശ്യം, ബി 2 പ്രാവശ്യം, സി 1 പ്രാവശ്യം. ഉത്തരം ഓപ്ഷൻ ബി 2 പ്രാവശ്യം. പ്രഭാഷകൻ 39:17-ലും 21-ലുമാണ് ഇപ്രകാരം പറയുന്നത്. പ്രഭാഷകന്റെ ഗ്രന്ഥം 39-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത്? ഓപ്ഷൻസ് എ 35, ബി 34, സി 32. ഉത്തരം ഓപ്ഷൻ എ 35. പ്രഭാഷകൻ അധ്യായം 40. പ്രഭാഷകന്റെ ഗ്രന്ഥം 40-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻസ് എ 1 ശീർഷകം, ബി 2 ശീർഷകം, സി 3 ശീർഷകം. ഉത്തരം ഓപ്ഷൻ എ 1 ശീർഷകം.
പ്രഭാഷകന്റെ ഗ്രന്ഥം 40-ാം അധ്യായത്തിൽ ഒരു ശീർഷകമാണുള്ളത്. പ്രഭാഷകന്റെ ഗ്രന്ഥം 40-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 40 വാക്യങ്ങൾ, ബി 30 വാക്യങ്ങൾ, സി 35 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി 30 വാക്യങ്ങൾ. പ്രഭാഷകന്റെ ഗ്രന്ഥം 40-ാം അധ്യായത്തിൽ ആകെ 30 വാക്യങ്ങളാണുള്ളത്. മനുഷ്യന്റെ ദയനീയാവസ്ഥ എന്ന ശീർഷകം പ്രഭാഷകന്റെ ഗ്രന്ഥത്തിൽ ഏത് അധ്യായത്തിലാണുള്ളത്? ഓപ്ഷൻസ്: എ 36-ാം അധ്യായത്തിൽ, ബി 38-ാം അധ്യായത്തിൽ, സി 40-ാം അധ്യായത്തിൽ. ഉത്തരം ഓപ്ഷൻ സി 40-ാം അധ്യായത്തിൽ. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ജനനം മുതൽ മരണം വരെ, ബി മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ, സി മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് മുതൽ മരണം വരെ. ഉത്തരം ഓപ്ഷൻ ബി മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ. മരണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയുമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ്: എ മനുഷ്യർക്ക്, ബി മാതാവിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നവർക്ക്, സി ആദത്തിന്റെ സന്തതികൾക്ക്. ഉത്തരം ഓപ്ഷൻ സി ആദത്തിന്റെ സന്തതികൾക്ക്. മരണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയുമുള്ളത് ആദത്തിന്റെ സന്തതികൾക്കാണ്. രാജാവ് മുതൽ എളിയവൻ വരെ എന്തിനാണ് അധീനരായി തീരുന്നത്? ഓപ്ഷൻസ്: എ കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്, ബി അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്, സി നിദ്രാവിഹീനതയ്ക്ക്. ഉത്തരം ഓപ്ഷൻ എ കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്. നിദ്രാനിശ അവന് വിഭ്രാന്തി ഉളവാക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ബി കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ, സി രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ. ഉത്തരം ബി കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ. നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നത് കിടക്കയിൽ വിശ്രമിക്കുമ്പോഴാണ്. വിശിഷ്ടമായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവും പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവനും രാജകീയാങ്കിയും കിരീടവും അണിയുന്നവനും ചാക്കുടുക്കുന്നവനും ആരാണ്? ഓപ്ഷൻസ്: എ ആദത്തിന്റെ മക്കൾ, ബി ആദത്തിന്റെ സന്തതികൾ, സി മനുഷ്യന്റെ സന്തതികൾ. ഉത്തരം ഓപ്ഷൻ ബി ആദത്തിന്റെ സന്തതികൾ. വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻസ്: എ ആദത്തിന്റെ സന്തതികൾക്ക്, ബി വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവിന്, സി രാജാവിനും പൊടിയിലും ചാരത്തിലും കഴിയുന്നവനും. ഉത്തരം ഓപ്ഷൻ എ ആദത്തിന്റെ സന്തതികൾക്ക്. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ആദത്തിന്റെ മക്കൾ, ബി ആദത്തിന്റെ സന്തതികൾ, സി മനുഷ്യന്റെ സന്തതികൾ. ഉത്തരം ഓപ്ഷൻ ബി ആദത്തിന്റെ സന്തതികൾ. രക്ഷയോടടുക്കുമ്പോൾ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ്, ബി ആദത്തിന്റെ സന്തതികൾ, സി രാജകീയാങ്കിയും കിരീടവും അണിഞ്ഞവനും ചാക്കുടുക്കുന്നവനും. ഉത്തരം ഓപ്ഷൻ ബി ആദത്തിന്റെ സന്തതികൾ. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് 7 ഇരട്ടിയും വന്നു ചേരുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും, ബി ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും, സി മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും. ഉത്തരം ഓപ്ഷൻ സി മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് 7 ഇരട്ടിയായും ഈ തിന്മകൾ വന്നു ചേരും. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ പാപികൾക്ക് വേണ്ടി, ബി ദുഷ്ടർക്ക് വേണ്ടി, സി ആദത്തിന്റെ സന്തതികൾക്ക് വേണ്ടി. ഉത്തരം ഓപ്ഷൻ ബി ദുഷ്ടർക്ക് വേണ്ടി. ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്? ഓപ്ഷൻസ്: എ ദുഷ്ടർ നിമിത്തം, ബി പാപികൾ നിമിത്തം, സി ആദത്തിന്റെ സന്തതികൾ നിമിത്തം. ഉത്തരം ഓപ്ഷൻ എ ദുഷ്ടർ നിമിത്തം. ദുഷ്ടർ നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്. പ്രഭാഷകൻ 40:12 പ്രകാരം എന്താണ് നിർമാർജനം ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻസ്: എ കൈക്കൂലിയും അനീതിയും, ബി പാപം, സി ദുഷ്ടത. ഉത്തരം ഓപ്ഷൻ എ കൈക്കൂലിയും അനീതിയും. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. പ്രഭാഷകൻ 40:12 അനുസരിച്ച് എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ സ്നേഹം, ബി വിശ്വസ്തത, സി ദാനധർമ്മം. ഉത്തരം ഓപ്ഷൻ ബി വിശ്വസ്തത.
എന്നേക്കും നിലനിൽക്കുന്നത് വിശ്വസ്തതയാണ്. ആരുടെ സമ്പത്താണ് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്? ഓപ്ഷൻസ്: എ ദുഷ്ടന്റെ, ബി അനീതി പ്രവർത്തിക്കുന്നവന്റെ, സി അത്യാഗ്രഹിയുടെ. ഉത്തരം ഓപ്ഷൻ ബി അനീതി പ്രവർത്തിക്കുന്നവന്റെ. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ അപ്രത്യക്ഷമാകും. ആരുടെ സമ്പത്താണ് ഭയാനകമായി ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നത്? ഓപ്ഷൻസ്: എ അനീതി പ്രവർത്തിക്കുന്നവന്റെ, ബി ദുഷ്ടന്റെ, സി അത്യാഗ്രഹിയുടെ. ഉത്തരം ഓപ്ഷൻ എ അനീതി പ്രവർത്തിക്കുന്നവന്റെ. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് ഭയാനകമായി ഇടിമുഴക്കം പോലെ തകർന്നു പോകും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്നത്? ഓപ്ഷൻസ്: എ ഭയാനകമായി ഇടിമുഴക്കം പോലെ, ബി കുത്തിയൊഴുക്ക് പോലെ, സി വെള്ളപ്പാച്ചിൽ പോലെ. ഉത്തരം ഓപ്ഷൻ ബി കുത്തിയൊഴുക്ക് പോലെ. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ അപ്രത്യക്ഷമാകും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് എങ്ങനെയാണ് തകർന്നു പോകുന്നത്? ഓപ്ഷൻസ്: എ ഭയാനകമായി ഇടിമുഴക്കം പോലെ, ബി കുത്തിയൊഴുക്ക് പോലെ, സി വെള്ളപ്പാച്ചിൽ പോലെ. ഉത്തരം ഓപ്ഷൻ എ ഭയാനകമായ ഇടിമുഴക്കം പോലെ. പ്രഭാഷകൻ 40:14 സന്തോഷം ലഭിക്കുന്നത് ആർക്കാണെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ നീതിമാന്, ബി ദാനധർമ്മം ചെയ്യുന്നവന്, സി ഔദാര്യശീലന്. ഉത്തരം ഓപ്ഷൻ സി ഔദാര്യശീലന്. ഔദാര്യശീലനാണ് സന്തോഷം ലഭിക്കുന്നത്. നിശേഷം പരാജയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ കൈക്കൂലി വാങ്ങുന്നവൻ, ബി ദുഷ്ടൻ, സി പാപികൾ. ഉത്തരം ഓപ്ഷൻ സി പാപികൾ. ആരുടെ സന്തതിയാണ് അധികം ശാഖ ചൂടുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ ദുഷ്ടന്റെ, ബി പാപിയുടെ, സി ദൈവഭയമില്ലാത്തവന്റെ. ഉത്തരം ഓപ്ഷൻ സി ദൈവഭയമില്ലാത്തവന്റെ. ദൈവഭയമില്ലാത്തവന്റെ സന്തതിയാണ് അധികം ശാഖ ചൂടുകയില്ലാത്തത്. അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ എന്ന് പ്രഭാഷകൻ 40:15 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: എ ദുഷ്ടന്റെ സന്തതികളെ കുറിച്ച്, ബി ദൈവഭയമില്ലാത്തവന്റെ സന്തതികളെ കുറിച്ച്, സി പാപിയുടെ സന്തതികളെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ദൈവഭയമില്ലാത്തവന്റെ സന്തതികളെ കുറിച്ച്. ദൈവഭയമില്ലാത്തവന്റെ സന്തതികൾ അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. പ്രഭാഷകൻ 40:17 കാരുണ്യത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ജലാശയ തീരത്തെ ഞാങ്ങണയോട്, ബി ആരാമത്തിലെ ലില്ലിയോട്, സി അനുഗ്രഹത്തിന്റെ ആരാമത്തോട്. ഉത്തരം ഓപ്ഷൻ സി അനുഗ്രഹത്തിന്റെ ആരാമത്തോട്. കാരുണ്യത്തെ അനുഗ്രഹത്തിന്റെ ആരാമത്തോടാണ് പ്രഭാഷകൻ 40:17 ഉപമിച്ചിരിക്കുന്നത്. പ്രഭാഷകൻ 40:17 പ്രകാരം എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ഔദാര്യശീലം, ബി ദാനധർമ്മം, സി സത്യസന്ധത. ഉത്തരം ഓപ്ഷൻ ബി ദാനധർമ്മം. ജീവിതം മധുരമായിരിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻസ്: എ സ്വാശ്രയശീലന്, ബി ദാനധർമ്മം ചെയ്യുന്നവന്, സി സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. ഉത്തരം ഓപ്ഷൻ സി സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമായിരിക്കുന്നു. നിധി ലഭിച്ചവൻ ആരേക്കാൾ ഭാഗ്യവാനാണ്? ഓപ്ഷൻസ്: എ സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ, ബി ജ്ഞാനത്തിന്റെ ആത്മാവ് നിറഞ്ഞവനേക്കാൾ, സി കർത്താവ് കടാക്ഷിക്കുന്നവനേക്കാൾ. ഉത്തരം സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ. നിധി ലഭിച്ചവൻ സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ ഭാഗ്യവാനാണ്. ഒരുവന്റെ പേര് നിലനിർത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ നിഷ്കളങ്കയായ ഭാര്യ, ബി സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും, സി ഒരുവന്റെ ജ്ഞാനം. ഉത്തരം ഓപ്ഷൻ ബി സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. ഒരുവന്റെ പേര് നിലനിർത്തുന്നത് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ്. സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ നിഷ്കളങ്കയായ ഭാര്യ, ബി ഒരുവന്റെ ജ്ഞാനം, സി ദാനധർമ്മം. ഉത്തരം ഓപ്ഷൻ എ നിഷ്കളങ്കയായ ഭാര്യ. സന്താനങ്ങളെയും താൻ നിർമ്മിച്ച നഗരത്തെയും കാൾ വിലമതിക്കപ്പെടുന്നത് നിഷ്കളങ്കയായ ഭാര്യയാണ്. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ 40:20 പറയുന്നത്? ഓപ്ഷൻസ്: എ ജ്ഞാനതൃഷ്ണ, ബി വീഞ്ഞും സംഗീതവും, സി മധുരതരമായ സംഗീതവും വീഞ്ഞും. ഉത്തരം ഓപ്ഷൻ ബി വീഞ്ഞും സംഗീതവും. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് വീഞ്ഞും സംഗീതവുമാണ്. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനെയും സംഗീതത്തെയും കാൾ ശ്രേഷ്ഠമായത് എന്താണ്? ഓപ്ഷൻസ്: എ ജ്ഞാനതൃഷ്ണ, ബി വിശ്രുതരുടെ വാക്കുകൾ, സി ദൈവിക ജ്ഞാനം. ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനതൃഷ്ണ.
ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനെയും സംഗീതത്തെയും ശ്രേഷ്ഠമായത് ജ്ഞാനതൃഷ്ണയാണ്. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ വീഞ്ഞ്, ബി ഇമ്പമുള്ള മനുഷ്യസ്വരം, സി കുഴലും കിന്നരവും. കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ പ്രസന്നതയും സൗന്ദര്യവും, ബി വയലിലെ ഇളം തളിരുകൾ, സി സുന്ദരിയായ ഭാര്യ. ഉത്തരം ഓപ്ഷൻ എ പ്രസന്നതയും സൗന്ദര്യവും. കണ്ണിന് ആനന്ദം നൽകുന്നത് പ്രസന്നതയും സൗന്ദര്യവുമാണ്. കണ്ണിന് ആനന്ദദായകമായ പ്രസന്നതയെയും സൗന്ദര്യത്തെയും ആനന്ദദായകമായത് എന്താണ്? ഓപ്ഷൻസ്: എ വീഞ്ഞും സംഗീതവും, ബി വയലിലെ ഇളം തളിരുകൾ, സി വീഞ്ഞു സൽക്കാരത്തിനിടയിലെ ശ്രുതിമധുരമായ സംഗീതം. ഉത്തരം ഓപ്ഷൻ ബി വയലിലെ ഇളം തളിരുകൾ. എപ്പോഴും സ്വാഗതാർഹരായിരിക്കുന്നവർ ആരാണ്? ഓപ്ഷൻസ്: എ ഭാര്യ ഭർത്താക്കന്മാർ, ബി സുഹൃത്തും സഹചാരിയും, സി സുഹൃത്തുക്കൾ. ഉത്തരം ഓപ്ഷൻ ബി സുഹൃത്തും സഹചാരിയും. ആരുടെ സന്ദർശനമാണ് ഏറ്റവും ഹൃദ്യമായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ സുഹൃത്തിന്റെ, ബി സഹചാരിയുടെ, സി ഭാര്യ ഭർത്താക്കന്മാരുടെ. ഉത്തരം ഓപ്ഷൻ സി ഭാര്യ ഭർത്താക്കന്മാരുടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനമാണ് ഏറ്റവും ഹൃദ്യമായിരിക്കുന്നത്. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സഹോദരർ, ബി സഹായകർ, സി സഹോദരരും സഹായകരും. ഉത്തരം ഓപ്ഷൻ സി സഹോദരരും സഹായകരും. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് സഹോദരരും സഹായകരുമാണ്. വിഷമസന്ധികളിൽ ഉപകരിക്കുന്ന സഹോദരരെയും സഹായകരെയും സുരക്ഷിതമായ അഭയം എന്താണ്? ഓപ്ഷൻസ്: എ ദാനധർമ്മം, ബി സുഹൃത്തുക്കൾ, സി സഹചാരികൾ. ഉത്തരം ഓപ്ഷൻസ്: എ ദാനധർമ്മം. ഏറ്റവും സുരക്ഷിതമായ അഭയം ദാനധർമ്മമാണ്. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ സ്വർണവും വെള്ളിയും, ബി സതുപദേശം, സി ദാനധർമ്മം. ഉത്തരം ഓപ്ഷൻ എ സ്വർണവും വെള്ളിയും. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും ശ്രേഷ്ഠമായത് എന്താണ്? ഓപ്ഷൻസ്: എ ദാനധർമ്മം, ബി സതുപദേശം, സി അത്യുന്നതനെ കുറിച്ചുള്ള അറിവ്. ഉത്തരം ഓപ്ഷൻ ബി സതുപദേശം. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും ശ്രേഷ്ഠമായത് സതുപദേശമാണ്. സതുപദേശം എന്തിനേക്കാൾ ശ്രേഷ്ഠമാണ്? ഓപ്ഷൻസ്: എ സ്വർണത്തെയും വെള്ളിയെയും ബി ദാനധർമ്മത്തെക്കാൾ, സി ജ്ഞാനത്തെക്കാൾ. ഉത്തരം ഓപ്ഷൻ എ സ്വർണത്തെയും വെള്ളിയെയും സതുപദേശം സ്വർണത്തെയും വെള്ളിയെയും ശ്രേഷ്ഠമാണ്. എന്താണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: എ ദൈവഭക്തി, ബി വീഞ്ഞും സംഗീതവും, സി ധനവും ബലവും. ഉത്തരം ഓപ്ഷൻ സി ധനവും ബലവും. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് ധനവും ബലവുമാണ്. ദൈവഭക്തി എന്തിനേക്കാൾ അഭികാമ്യമാണ് എന്നാണ് പ്രഭാഷകൻ 40:26 പറയുന്നത്? ഓപ്ഷൻസ്: എ ധനത്തെയും ബലത്തെയും ബി ജ്ഞാനത്തെക്കാൾ, സി സ്വർണത്തെയും വെള്ളിയെയും ഉത്തരം ഓപ്ഷൻ എ ധനത്തെയും ബലത്തെയും അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല എന്ന് പ്രഭാഷകൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ ജ്ഞാനത്തെക്കുറിച്ച്, ബി ദൈവഭക്തിയെക്കുറിച്ച്, സി ദാനധർമ്മത്തെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ദൈവഭക്തിയെക്കുറിച്ച്. ആർക്കാണ് അന്യസഹായം തേടേണ്ടതില്ലാത്തത്? ഓപ്ഷൻസ്: എ അത്യുന്നതന്റെ നിയമങ്ങൾ പാലിക്കുന്നവന്, ബി ദൈവഭക്തന്, സി കൽപ്പനകൾ പാലിക്കുന്നവന്. ഉത്തരം ഓപ്ഷൻ ബി ദൈവഭക്തന്. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. പ്രഭാഷകൻ 40:27 ദൈവഭക്തി എന്തുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ്: എ കാരുണ്യത്തിന്റെ ആരാമം പോലെയാണ്, ബി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്, സി നദീതീരത്തെ ലില്ലി പോലെയാണ്. ഉത്തരം ഓപ്ഷൻ ബി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയും നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ദൈവഭക്തി, ബി അനുഗ്രഹത്തിന്റെ ആരാമം, സി കാരുണ്യം. ഉത്തരം ഓപ്ഷൻ എ ദൈവഭക്തി. ഏത് മഹത്വത്തെയും നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് ദൈവഭക്തിയാണ്. മകനെ എങ്ങനെ ജീവിക്കരുതെന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ ഭിക്ഷുവിനെ പോലെ, ബി ഊരു ചുറ്റി ജീവിക്കരുത്, സി ഭിക്ഷാടകനെ പോലെ ജീവിക്കരുത്. ഉത്തരം ഓപ്ഷൻ എ ഭിക്ഷുവിനെ പോലെ. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് എന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്. പ്രഭാഷകൻ 40:28 മരണം എന്തിനേക്കാൾ ഭേദമാണെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ ഊരു ചുറ്റി ജീവിക്കുന്നതിനേക്കാൾ, ബി അപമാനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ, സി ഭിക്ഷാടനത്തെക്കാൾ.
ഉത്തരം ഓപ്ഷൻ സി ഭിക്ഷാടനത്തേക്കാൾ ഭേദം മരണമാണ്. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം എന്തിനു യോഗ്യമല്ല? ഓപ്ഷൻസ്: എ ജീവിതം എന്ന പേരിന് യോഗ്യമല്ല, ബി പൊതുസഭയിൽ പ്രാമുഖ്യം നേടാൻ യോഗ്യമല്ല, സി പൗരസമിതികളിലേക്ക് വിളിക്കപ്പെടാൻ യോഗ്യമല്ല. ഉത്തരം ഓപ്ഷൻ എ ജീവിതം എന്ന പേരിന് യോഗ്യമല്ല. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ല. അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ വിരുന്നിൽ കേമത്തം നടിക്കുന്നവൻ, ബി മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നവൻ, സി വിരുന്നിന് ക്ഷണിക്കപ്പെടാതെ ചെല്ലുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നവൻ. മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. പ്രഭാഷകൻ 40:29 പ്രകാരം ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും എന്തൊഴിവാക്കും? ഓപ്ഷൻ എ വിരുന്നിൽ കേമത്തം നടിക്കുന്നത്, ബി മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നത്, സി ഭിക്ഷാടനം. ഉത്തരം ഓപ്ഷൻ ബി മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നത്. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നത് ഒഴിവാക്കും. ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമായിരിക്കുന്നത്? ഓപ്ഷൻസ്: എ നിർലജ്ജന്റെ, ബി ഊരി ചുറ്റുന്നവന്റെ, സി അന്യന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നവന്റെ. ഉത്തരം ഓപ്ഷൻ എ നിർലജ്ജന്റെ. നിർലജ്ജന്റെ നാവിനാണ് ഭിക്ഷാടനം മധുരമായിരിക്കുന്നത്. ആരുടെ ഉദരത്തിലാണ് അഗ്നി ജ്വലിക്കുന്നത്? ഓപ്ഷൻസ്: എ നിർലജ്ജന്റെ, ബി ഊരി ചുറ്റുന്നവന്റെ, സി അന്യന്റെ ഭക്ഷണമേശയിൽ ആശ അർപ്പിക്കുന്നവന്റെ. ഉത്തരം ഓപ്ഷൻ എ നിർലജ്ജന്റെ. നിർലജ്ജന്റെ ഉദരത്തിലാണ് അഗ്നി